ഒടുവിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തി. ഗംഗാവാലി പുഴയിലാണ് ട്രക്കുള്ളതായി സ്ഥിരീകരിച്ചത്. തലകീഴായാണ് ട്രക്ക് കണ്ടെത്തിയത് എന്ന് ഉത്തര കന്നഡ SP 24 പറഞ്ഞു. ഷിരൂരിൽ കനത്ത മഴ തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് മോശം കാലാവസ്ഥ തടസ്സമാണ്. നാളെ ലക്ഷ്യം കാണുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും പറഞ്ഞു. ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഹാഷ്മി താജ് ഇബ്രാഹിം, ഷഫീദ് റാവുത്തർ, അരുൺ പോപ്രമ്പ എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. കൂടാതെ മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, ദുരന്ത നിവാരണ വിദഗ്ധൻ സുഭാഷ് ചന്ദ്ര ബോസ്, നാവികസേന മുൻ മുങ്ങൽ വിദഗ്ധൻ TK ഉണ്ണി എന്നിവരും എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം പങ്കുചേരും. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, ഏറ്റവും ഒടുവിൽ ഈ കാർവാർ SP പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് രൂപത്തിലാണ് നാളത്തെ രക്ഷാദൗത്യത്തിന്റെ ഗതി? വേണു, ഇന്നിപ്പോൾ നമ്മൾ ഈ തെരച്ചിലിന്റെ 9ാം നാളാണ്. 9ാം നാൾ, ഈ 8 ദിവസങ്ങൾ ഉണ്ടായ വലിയ നിരാശയ്ക്ക് പരിഹാരമായി 9ാം നാൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ള വിവരം അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. ആ ലോറിയിലാണ് ഗംഗാവലി പുഴയിൽ തീരത്തോട് ചേർന്നാണ് ഈ ലോറി കണ്ടെത്തിയത്. അത് കാർവാർ SP വളരെ ഭംഗിയായി പറയുന്നുണ്ട്. നേരത്തെ കാർവാർ MLAയും നമ്മുടെ MLA മഞ്ചേശ്വരം MLA AKM അഷ്റഫും SP-യും കളക്ടറും സംസാരിക്കുമ്പോൾ പറയാത്ത രീതിയിൽ ക്ലാരിറ്റിയിൽ SP നമ്മളോട് മാത്രമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇത് അർജുന്റെ ലോറി തന്നെയാണ്. ഈ ലോറി നദിയിൽ ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞ് കിടപ്പാണ്. നമുക്കതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തേണ്ടത്. അത് നടത്താനുള്ള പ്രധാന പ്രശ്നം കാലാവസ്ഥയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുകയാണ് കാർവാർ SP. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഷിരൂരിൽ പെയ്ത മഴയ്ക്ക് ഒരു കയ്യും കണക്കുണ്ടായിരുന്നില്ല. അമ്മാതിരി മഴ എന്ന് പറഞ്ഞാൽ അസാധ്യ മഴ എന്ന് പറഞ്ഞാൽ വലിയ കാറ്റ്, വലിയ ഒരു പേമാരി കണക്കെ ഉള്ള പെരുമഴ പെയ്ത്താണ്. അത് ഷിരൂരിൽ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ മാത്രം. നമ്മളൊക്കെ ഇവിടെ കുട പിടിച്ച് നിൽക്കുമ്പോൾ കുടയൊന്നും, എത്ര വലിയ ശക്തമായ കുടയൊന്നും ഈ കാറ്റിന് പ്രശ്നമേ അല്ല. കുട എത്രയോ കൂടെ അടിച്ചു പോകുന്നുണ്ട്. വേണു, ഇവിടെ ഈ ഷിരൂരിൽ മാത്രമല്ല, ഇതിന്റെ മലയോര മേഖലകളിൽ, കാട്ടുമേഖലകളിൽ, അതിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ കനത്ത മഴയാണ്. ഈ മഴപ്പെയ്ത്ത് മൊത്തം പെയ്തിറങ്ങുന്നത് ഈ ഗംഗാവാലി പുഴയിലേക്കാണ്. അല്ലെങ്കിൽ തന്നെ രൗദ്രമായി ഒഴുകുന്ന ഗംഗാവാലി പുഴയുടെ അടിയൊഴുക്ക് വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ കാരണമാകുന്നു. അത് കാരണം നേവിയുടെ ഡൈവർമാർക്ക് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ, ജമ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനം. നമ്മൾ ഈ ലോറി കണ്ടെത്തിയെന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസജനകമായ കാര്യമാണ്. അങ്ങേയറ്റത്തെ ഒരു പ്രത്യാശാഭരിതമായ വാർത്തയാണെന്ന് പറയുമ്പോൾ പോലും ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ലോറി എത്രയും പെട്ടെന്ന് അതിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അത് ദൗർഭാഗ്യവശാൽ ഇന്നത് സാധിക്കാതെ പോകുന്നത് ഈ കാലാവസ്ഥയിലെ ഈ കടുത്ത വലിയ തിരിച്ചടി മൂലമാണ്, ഈ കുത്തൊഴുക്ക് മൂലമാണ്. കാരണം ഈ നേവി ഡൈവർമാർ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം, അതിനുശേഷം ഈ ലോറി ലോക്ക് ചെയ്യണം, അതിനുശേഷമാണ് ഇതിനെ മുകളിലേക്ക് ഉയർത്താനുള്ള നടപടികൾ തുടങ്ങുക. ഇതിനാദ്യമായി ചെയ്യേണ്ടത് നേവി ഡൈവർമാർക്ക് ഈ ഗംഗാവാലി പുഴയ്ക്കുള്ളിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളതാണ്. അത് നടന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. നാളെ അതിന് പരിഹാരമുണ്ടാകും. നാളെ മഴ അല്പമൊന്ന് മാറി നിന്നാൽ, അടിയൊഴുക്ക് അല്പമൊന്ന് കുറഞ്ഞു നിന്നാൽ നേവി ഡൈവർമാർക്ക് ഇറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷ. നാളെ ഈ ദൗത്യത്തിലെ, ഈ മിഷൻ അർജുൻ ദൗത്യത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസം നാളെയാണ് എന്ന് പറയാം വേണു. കാരണം നാളെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ഡ്രോൺ പരിശോധന നാളെ നടക്കാൻ പോകുന്നു. മേജർ ഇന്ദ്രപാൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഡ്രോൺ സംവിധാനം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഷിരൂരിലേക്ക് എത്താൻ പോകുന്നു. നാളെ രാവിലെ മുതൽ അത് പ്രവർത്തന സജ്ജമാകാൻ പോകുന്നു. അതിശക്തമായ ഡ്രോണാണ് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആഴത്തിലുള്ള വസ്തുക്കൾ, ഒബ്ജക്റ്റുകൾ വളരെ ഭംഗിയായി, എത്ര കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയാണെങ്കിലും വളരെ ഭംഗിയായി തന്നെ അതിന്റെ കിടപ്പ് എങ്ങനെയാണ്, അതിന്റെ ഘടന എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിശക്തമായ ഡ്രോണാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോറി താഴെ കീഴ്മേൽ മറിഞ്ഞ് കിടപ്പുണ്ടെന്ന് SP പറയുമ്പോൾ പോലും ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന, ഇതിനെ എവിടെ ടക്ക് ചെയ്യാൻ, എവിടെ കെട്ടാം, എവിടെ ലോക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത ഈ ഡ്രോൺ സംവിധാനത്തിന്റെ പരിശോധന കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട്. അരുൺ, ഡേ 1 മുതൽ അരുൺ പൂപ്പറമ്പ് ഇവിടെയുണ്ട്, നമ്മളൊക്കെ ഇവിടെയുണ്ട്. ഡേ 8 കഴിയും, നമ്മൾ നിരാശരാണ്. ഡേ 9 നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ ഷിരൂരിൽ നിൽക്കുന്നത് ഏത് മാനസികാവസ്ഥയിലാണ് അരുൺ? എല്ലാ ദിവസവും നമ്മൾ, അതായത് കഴിഞ്ഞ ഈ 8 ദിവസവും നമ്മൾ അവസാനം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു നിരാശാജനകമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരിക്കും. നമ്മൾ ആദ്യഘട്ടം മുതൽ ഈ ദൗത്യത്തിന് ഒപ്പം ഇതിനൊരു ഐക്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മളെ പലപ്പോഴും അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ വളരെ സംവേദനത്തോടെ ഇവിടെ കാത്തിരുന്ന ആ വിവരങ്ങൾ പങ്കുവെക്കുകയും റിപ്പോർട്ട് തേടുകയും അർജുന് വേണ്ടി കേരളം കാത്തിരിക്കുമ്പോൾ അതിനോട് നമ്മൾ ഐക്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ വലിയൊരു സംഭവമായി അത് മാറുകയും ചെയ്തു. അത് ഇവിടുത്തെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, കേരളത്തിൽ നിന്ന് സന്നദ്ധമായി വരുന്ന നിരവധി ആൾക്കാർ, അങ്ങനെ നിരവധി പേരുടെ കാത്തിരിപ്പാണ്. അങ്ങനെ അവസാനം ഈ ലോറി കണ്ടെത്തുന്നു.
ഇനിയും അവസാനിച്ചിട്ടില്ല, ആ ദൗത്യം പൂർണ്ണമായിട്ടില്ല. അതിപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞു. വളരെ ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യം ഗംഗാവലി പുഴയിലുണ്ട്. ഇന്ന് നമ്മൾ ഈ ലോറി കണ്ടെത്തിയെന്ന വിവരം പുറത്തു വന്ന ഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടി അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അത് ലോക്ക് ചെയ്യുകയും മറ്റ് നടപടിയിലേക്ക് ഇന്ന് തന്നെ കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമെന്ന് പറയാൻ കഴിയില്ല, ഇവിടെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസങ്ങളിലും ഇന്ന് ശക്തമായ മഴയാണ്. ഇന്ന് ഒരുപക്ഷെ അതിൽ കൂടുതൽ വലിയ കാറ്റും മഴയും ഉണ്ടായി. ഇന്നലത്തേക്കാൾ വല്ലാത്ത പെയ്തു ചെയ്തു അല്ലേ? അതങ്ങനെ അത്തരം ഒരു സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ആ സമയത്ത് തന്നെ ഇങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതും ഒരു വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പെട്ടെന്ന് വളരെ വലിയ മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, അടിയൊഴുക്കും വലിയ രീതിയിൽ ഉണ്ടാകുന്നു. നേവി അവിടെ ലൊക്കേറ്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് അവിടെ കാത്തിരുന്നു. പക്ഷേ ഇന്ന് അവർക്ക് ആ നടപടികളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. നാളെ എന്തായാലും നാളെ ഇപ്പോൾ MLA പറഞ്ഞതനുസരിച്ച് നിങ്ങൾ വളരെ അക്ഷമരായി വെയിറ്റ് ചെയ്യണം. നാളെ അവരുടെ വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. രാവിലെ മുതൽ അവർ ആ ദൗത്യത്തിൽ ഏർപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവർ ഈ നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ അവർക്ക് ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങളൊക്കെ പുറത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് പരിചയ സമ്പത്തുള്ളതാണ്. നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അതാദ്യം ഇവർ അതിനൊരു പരിശോധന നടത്തി അത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആദ്യ നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇത് പുറത്തേക്ക് എടുക്കുന്ന മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഇതിന് കാലാവസ്ഥ അനുകൂലമാകണം എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ MLA ഉൾപ്പെടെ പറയുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാൽ അത്തരം ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. നമുക്കങ്ങനെ നാളെ കാലാവസ്ഥ അനുകൂലമാകുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ അർജുന് വേണ്ടി 8 ദിവസം കഴിഞ്ഞ് 9ാം ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വിവരം പങ്കുവെക്കാൻ കഴിയുന്നു എന്ന് തന്നെ വലിയ ആശ്വാസമാണ്. കേരളക്കരയാകെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വ്യൂവേഴ്സ് കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഓരോ നിമിഷവും അതിന് അക്ഷമരായി അവർ കാത്തിരിക്കുന്നു. അതിൽ എന്ത് സംഭവിക്കുന്നു അറിയുന്നതിന് വേണ്ടി ഓരോ നിമിഷവും അവർ കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അതിന് നമ്മൾ ആ വിവരം അതുപോലെ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്തായാലും നാളെ ഒരു ദിവസം കൂടിയുണ്ട്, വളരെ നിർണായകമായ അപ്പോൾ വീണ്ടും അങ്ങനെ നാളെ ഒരൊറ്റ ദിവസം അതിപ്രധാന ദിവസമാണ്. നാളെ ആ ലോറി ഈ ഗംഗാവലിപ്പുഴയുടെ മുകൾ പരപ്പിലേക്ക് വരാൻ പോകുന്നു. അതിൽ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂടപ്പുറപ്പുണ്ട്. അർജുൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഹോപ്പിംഗ് ആൻഡ് ഹോപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനുമായി ജിതിൻ പറയുന്നത്, കേരളത്തോടൊന്നാകെ പറയുന്നത് പ്രാർത്ഥിക്കൂ എന്ന 2 വാക്കുകൾ ജിതിൻ പറയുകയാണ്. നാളെ ഇതിപ്പോൾ 9ാം നാളാണ്. നമുക്ക് എന്തും പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒരു സാഹചര്യം, ഒരവസ്ഥ എന്തായാലും ഉണ്ട്. നാളെ 9ാം നാൾ. പക്ഷേ അപ്പോഴും അർജുൻ്റെ കുടുംബം ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും ഇന്ന് രാത്രി 11 മണി വരെ നാവികസേനയുടെ സംഘം അവിടെ തുടരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പകൽ പോലും അസാധ്യമാകുന്ന ജമ്പിങ് രാത്രിയാകുമ്പോഴേക്കും ആകെ ഇരുട്ടാകുമ്പോഴേക്കും വിസിബിലിറ്റി ഏതാണ്ട് പൂർണ്ണമായി തന്നെ 100% ഇല്ലാതാകുമ്പോഴേക്കും അതെങ്ങനെ സാധ്യമാകുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ AK അഷ്റഫ് MLA അഭ്യർത്ഥന പ്രകാരം തുടരുന്നു എന്നതല്ലാതെ ഒഫീഷ്യലി ഈ ഒരു ഇന്നത്തെ പരിശോധന, ഇന്നത്തെ ഈ ശ്രമങ്ങൾ അവസാനിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ തുടങ്ങാൻ പോകുന്നു. വേണു, നാളെ ഈ ഷിരൂർ ദൗത്യത്തിൽ ഈ മിഷൻ അർജുനിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ ദിവസമാണ്. നാളെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നാളെ ഉത്തരം വരാൻ പോകുന്നു. അത് ശുഭകരമാണെങ്കിലും അല്ലെങ്കിലും. വേണു, ഹാഷ്മി തുടരുക. ഇപ്പോൾ ഷഫീദ് റാവുത്തറും പുതിയ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഷഫീദ്, ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തിനടുത്താണ് ഷഫീദ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ ആക്ച്വൽ പ്ലേസിൽ നിന്ന്, ഈ അപകടം നടന്ന ആക്ച്വൽ പ്ലേസിൽ നിന്ന് നേരെ വഴി വരികയാണെങ്കിൽ അതിപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാണ് 3 കിലോമീറ്റർ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് 38 എക്സാക്ട്ലി പറഞ്ഞാൽ 38 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു പാലത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ VS രാഹുൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കും. അതായത് നമുക്ക് തൊട്ട് താഴെ നമുക്ക് വിസിബിലിറ്റി ഇല്ല ഇതിനകത്ത് എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം. തൊട്ട് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പൊട്ടുപോലൊരു വെളിച്ചം കാണാം. ഈ വെളിച്ചം കാണുന്ന സ്ഥലമാണ്, അവിടെ ആ കാണുന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. അവിടെയാണ് നമ്മളുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ലോറി അത് കണ്ടെത്തിയെന്ന് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സ്ഥലത്തേക്ക് നമ്മൾ അല്പസമയം മുൻപും പോലീസ് വാഹനങ്ങൾ, ബീക്കൺ ലൈറ്റൊക്കെ ഇട്ട് പോലീസ് വാഹനങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ നിർണായക പരിശോധന നടത്തേണ്ട, ഡ്രോൺ പരിശോധന നടത്തേണ്ട റിട്ടയർഡ് മേജർ ഇന്ദ്രബാബു, അദ്ദേഹം ഇവിടേക്ക് ഷിലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും സംഘവും എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതേപോലെ തന്നെ റെസ്ക്യൂ സംഘങ്ങളുമായി ചർച്ച നടത്തുന്നുവെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം
നാളെ മാധ്യമങ്ങളെ ആ തെരച്ചിലിന് മുൻപ് കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേണു, ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഒരു 6:30 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നമ്മളുടെ ടീമിൽ നിന്ന് അവസാനമായി പോയത് അരുൺ പാറയ്ക്കലാണ്. അരുൺ പാറയ്ക്കൽ വളരെ സാഹസികമായി മറ്റൊരു ലോറിയിലൊക്കെ കയറി, രക്ഷാസംഘത്തിൻ്റെ ലോറിയിലൊക്കെ കയറി അവിടേക്ക് പോയിരുന്നു. അരുൺ പാറയ്ക്കലാണ് ആ കാഴ്ചകൾ ഏറ്റവും അടുത്ത് കണ്ടതും. നമുക്കിപ്പോൾ ഒരു വിസിബിലിറ്റി കാഴ്ച മാത്രം, അതല്ലെങ്കിൽ ഒരു ദൂരക്കാഴ്ച മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ എന്ത് നടന്നു എന്ന് ഏറ്റവും നന്നായി കണ്ടത് അരുൺ പാറയ്ക്കലാണ്. അരുൺ പാറയ്ക്കൽ, എന്താണ് അവിടെ കണ്ടത്? എന്താണ് ഇപ്പോൾ നമ്മൾ അതിൽ നേരിടുന്ന തടസ്സം? ആ ലോറി ഇപ്പോൾ നിൽക്കുന്നത് കൃത്യമായും ആ മൺകൂന, നമ്മൾ നേരത്തെയൊക്കെ രാവിലെയൊക്കെ പ്രേക്ഷകർക്ക് പകൽ വെളിച്ചത്തിൽ കാണിച്ചിരുന്നു. ആ മൺകൂന പുഴയുടെ 500 മീറ്റർ വീതിയാണ് ആ പുഴയ്ക്ക് ആ പ്രദേശത്തുള്ളത്. അതിൻ്റെ ഒരു 200 മീറ്റർ നടുക്കാണ് ഈ മൺകൂനയുള്ളത്. ആ മൺകൂനയ്ക്കും കരയ്ക്കും ഇടയിലാണ് ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ആ ലോറി പുറത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് ഏത് ലോറിയാണെന്ന് വ്യക്തമാവുകയുള്ളൂ. അത് പുറത്തെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തക സംഘത്തിനുള്ള, സൈന്യത്തിനുള്ള, നാവികസേനയ്ക്കുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഈ പുഴയുടെ കുത്തൊഴുക്കാണ്. വളരെയേറെ അധികം ജലമുണ്ട്. പല ഭാഗങ്ങളിലും ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ പ്രദേശത്തൊക്കെ, ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടിപ്പുറത്ത് ഒരു 100 മീറ്റർ ഇപ്പുറത്തേക്ക് ഈ കരയിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ അവസാനം കാണുന്ന കാഴ്ച അത് ആ ക്രെയിനൊക്കെ, അതായത് കൊണ്ടുവന്ന ക്രെയിനൊക്കെ അവസാനം ഒതുക്കിയിട്ടിരിക്കുന്നതായിരുന്നു. ക്രെയിൻ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഒപ്പം ആ ഉപയോഗിച്ച യന്ത്രക്കൈ അതും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഏറ്റവും അവസാനം ആ യന്ത്രക്കൈ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതുവരെയും അവിടെ ഉണ്ടായിരുന്നു. MLA മാർ ഉൾപ്പെടെയുള്ള സംഘമുണ്ടായിരുന്നു. കാർവാർ MLA ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള കാസർഗോഡ് DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. കർണാടക SP ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരും ആ പ്രദേശത്തുണ്ടായിരുന്നു. ഈ യന്ത്രക്കൈയും അതുപോലെ തന്നെ ക്രെയിനും പോലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഇനി ഈ വാഹനം അവിടെ ഉറപ്പിക്കണം, അതായത് അവിടെ പിടിച്ചു കെട്ടണം. അത് പിടിച്ചു കെട്ടണമെങ്കിൽ ഒരു മുങ്ങൽ വിദഗ്ധന്റെ സഹായം വേണം. ഈ കുത്തൊഴുക്കിൽ ഇപ്പോൾ നാവികസേനയിലോ അല്ലെങ്കിൽ ആർമിയിലോ ഉള്ളവർക്ക് പ്രായോഗികമായി അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതാണ് പ്രധാനമായുള്ള ബുദ്ധിമുട്ടായി ആ ഉദ്യോഗസ്ഥർ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. വേണു, അർജുൻ പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് താഴേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ അത് ഈ നാവിക സംഘത്തിന്റെ ഭാഗത്ത് നിന്ന്, നേവിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. മാത്രമല്ല, നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക്, ആ ദൂരക്കാഴ്ചയിലേക്ക് VS രാഹുൽ പോകാം. അതായത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനുള്ള സ്ഥലമാണ്. അവിടെ ആ മണ്ണിനടിയിലും നദിയോട് ചേർന്നുള്ള സ്ഥലത്താണ്, ആ നദിക്കുള്ളിൽ നദിയോട് ചേർന്നൊരു ഭാഗത്ത് അർജുനുള്ളത്. സ്വാഭാവികമായും ആ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുസ്സഹമാകും. വേണു, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് കണ്ടതുപോലെ തന്നെ സാനി എക്സ്കവേറ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. പക്ഷേ 5 മണിയോടുകൂടി ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായി. ആ മഴ ഒരു തരത്തിലും രക്ഷാപ്രവർത്തനം അതല്ലെങ്കിൽ തിരച്ചിൽ നടത്താൻ കഴിയാത്തത്ര തരത്തിലേക്കുള്ളതായിരുന്നു. വലിയ കാറ്റ്. മാത്രവുമല്ല, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ പോലും കാണാൻ കഴിയാത്തത്ര രീതിയിൽ മൂടൽ മഞ്ഞ് ആ ഭാഗത്ത് മൂടി. അപ്പോൾ ആ രീതിയിൽ തിരച്ചിൽ ഒരു തരത്തിലും നടക്കാൻ സാധ്യതയില്ല എന്നുറപ്പിച്ച ശേഷമാണ് ഏതാണ്ട് 7 മണിയോടുകൂടി ഈ സംഘം മടങ്ങിയത്. ഇവിടെ നിന്നുള്ള റെസ്ക്യൂ സംഘം മടങ്ങിയത്. ഇപ്പോൾ അവിടെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മാത്രവുമല്ല, റെസ്ക്യൂ സംഘത്തിലെ ചിലർ ഈ ഭാഗത്തേക്ക് ഉടൻ എത്തും, ചില പരിശോധനകൾക്കായി എത്തും. അത് ഒരു രക്ഷാപ്രവർത്തനമോ തിരച്ചിലോ ഒന്നുമല്ല, പകരം നാളെ നടത്തേണ്ട ഡ്രോൺ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ എത്തും എന്നുള്ളൊരു വിവരം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ അതിനകത്ത് ഉറപ്പിക്കാം. എന്തായാലും വലിയ കാത്തിരിപ്പ്, 9 ദിവസത്തെ കാത്തിരിപ്പ്. 10ാം നാൾ നമ്മൾ പ്രിയപ്പെട്ട അർജുനുള്ള ട്രക്ക് അത് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ, അർജുൻ എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഒരു റിസൾട്ട് ഉണ്ടാകും, പക്ഷേ ആ റിസൾട്ട് പോസിറ്റീവ് ആകുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒരു സർവൈവൽ സാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ ചില സംസ്ഥാനങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്ത് റെസ്ക്യൂ സംഘത്തിലെ ആളുകൾ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട. നമ്മൾ പ്രിയപ്പെട്ട അർജുൻ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയണം. അതിനുമപ്പുറത്തേക്ക് ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നാളെ സാധ്യമാക്കണം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രോൺ പരിശോധനയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കർണാടക റവന്യൂ മന്ത്രി അദ്ദേഹം അവസാനമിട്ട ട്വീറ്റിലും അദ്ദേഹം പറയുന്നത് 4 ഘട്ട പരിശോധനകൾ. അതിലൊന്ന് ഇപ്പോഴുള്ള എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കും. രണ്ടാമത്തേത് കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഹെലികോപ്റ്റർ ഒരു ഏരിയൽ സർവേക്ക് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവരും. മൂന്നാമത്തേത് വളരെ നിർണായകമായ പരിശോധന, അതാണ് ഡ്രോൺ പരിശോധന. നാലാമത്തേതാകട്ടെ നേവി സംഘവും ഡീപ്പ് ഡൈവേഴ്സും, അതായത് സ്ക്യൂബ സംഘത്തിലെ ഡീപ്പ് ഡൈവേഴ്സും ഇവിടേക്ക് എത്തി ആഴത്തിൽ മുങ്ങിത്തപ്പിയ ഒരു പരിശോധന അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഏതായാലും അതൊക്കെ നടക്കണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും മിനിറ്റുകൾക്ക് മുൻപും തുള്ളിക്കൊരു കുടം എന്ന രീതിയിൽ മഴ പെയ്തിരുന്നു. ഇപ്പോൾ ആ പുഴ നമുക്ക് കാണാൻ കഴിയില്ല, അത് റിഫ്ലക്ഷൻ മാത്രമായി ആ പുഴ മാറിയിരിക്കുന്നു. ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് കൂടിയിട്ടുണ്ട്, ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്.
നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുകളിൽ എവിടെയോ കാട്ടിൽ വലിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടാകണം, ചിലപ്പോൾ ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടാകണം. അത്രയ്ക്കധികം ചെളിവെള്ളം ഈ പുഴയിൽ കൂടി ഒഴുകിപ്പോയിട്ടുണ്ട്. അതൊക്കെ തടസ്സങ്ങളാണ്. പക്ഷേ നാളെ രാവിലേക്കും ഇന്നത്തെ രാവിലെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രഭാതം അത് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കാരണം രക്ഷാപ്രവർത്തനമൊക്കെ 7 മണിക്ക് തന്നെ ആരംഭിക്കാൻ സാധിച്ചു. സ്ക്യൂബ ഡൈവേഴ്സിന് അവരുടെ ബോട്ടുകളിൽ ഇങ്ങോട്ടേക്ക്, ഡെങ്കി ബോട്ടുകളിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നാളെ ഇവിടെ ഈ രാത്രിയിൽ മഴ മാറി നിൽക്കുകയും അതല്ലെങ്കിൽ കനത്ത മഴ ഉണ്ടാകാതിരിക്കുകയും അതേസമയം നാളെ ഈ കുറച്ചെങ്കിലും ഒരു തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ എത്രയും പെട്ടെന്ന് ആ ട്രക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ആ ട്രക്ക് ആഴത്തിലാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഔദ്യോഗികമായി ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു തിരച്ചിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. ആ തിരച്ചിലിന്റെ മണിക്കൂറാണ് ഇനി വരാനിരിക്കുന്നത്. വേണോ ഷഫീദ്, ഈ ശക്തമായ അടിയൊഴുക്ക് എന്ന് കാർവാർ എസ് പി നേരത്തെയും പറയുന്നുണ്ടായിരുന്നു. അതാണ് വലിയ വെല്ലുവിളി എന്നും പറയുകയുണ്ടായി. അടുത്ത 3 ദിവസം ഈ പറയുന്നത് പോലെ യെല്ലോ അലേർട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ മഴ തുടർന്നും പെയ്യാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഈ ഒഴുക്കിന്റെ ശക്തി വീണ്ടും കൂടാനിടയുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയുടെ ദിനമാണ് നാളെയെങ്കിലും വെല്ലുവിളികളുടെ ദിനം കൂടെയല്ലേ? വേണു, ഉറപ്പായിട്ടും വേണു ചൂണ്ടിക്കാണിച്ച പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ കഴിഞ്ഞ 9 ദിവസവും നമ്മൾ ഷിരൂരിൽ കാണുകയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായും ഇന്ന് നമ്മൾ നേരിട്ടത് ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തടസ്സമായി നിന്നത്, അത് വൈകിട്ട് 4 മണി മുതൽ തടസ്സമായി നിന്നത്. അവസാനമായി നമ്മളെ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടേക്ക് കയറിയിരുന്നു. അവസാനമായി നമ്മൾ പോകുന്ന കാഴ്ച അത് നമ്മൾ കണ്ടതാണ്. അത് ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ മണ്ണ് മാറ്റുന്നതടക്കം നമ്മൾ കണ്ടതാണ്. അത് സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന തൊട്ട് മുൻപുള്ള നിമിഷങ്ങളായിരുന്നു. അപ്പോഴും വലിയ പോസിറ്റിവിറ്റി അവരുടെ വാക്കുകൾ നമ്മൾ കണ്ടിരുന്നു. ഒരു മെറ്റൽ എലമെന്റ് കണ്ടു, അതിനുമപ്പുറത്തേക്ക് അത് ട്രക്കാണെന്ന് നേവി സ്ഥിരീകരിച്ചു, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തൊട്ടു പിന്നാലെ ക്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ അവിടേക്ക് മിനിറ്റുകൾക്കുള്ളിൽ അന്ന് നമ്മൾ പറഞ്ഞു. ശിരൂർ പരിസരത്ത് പല സ്ഥലങ്ങളിലും ഫയർഫോഴ്സിന്റെ കൂടുതൽ വാഹനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും അപ്പോൾ നടപടി അല്ലെങ്കിൽ അപ്പോൾ അടുത്ത നടപടി എന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ കാർവാർ MLA ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മറ്റ് സംവിധാനങ്ങൾ കർണാടക സർക്കാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ട് അക്കാര്യത്തിൽ ഉണ്ടാകുന്ന സൂചന നൽകിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് വരും മണിക്കൂറുകൾ, അതായത് 4 മണിക്ക് ശേഷമുള്ള മണിക്കൂറുകളിൽ കാര്യമായ ഒരു തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ്. അപ്പോഴാണ് കാർവാർ SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേവിയുടെ ബോട്ടിൽ ഈ സ്ഥലത്തോടടുത്തേക്ക് എത്തിയത്. ഏതാണ്ട് വളരെ നിയറസ്റ്റായി അവർ എത്തി എന്നുള്ളത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കിയതാണ്. പക്ഷേ അതിനുശേഷം ഒരു തിരച്ചിൽ അക്കാര്യത്തിൽ നടത്താൻ സാധിച്ചില്ല. കാരണം വേണു, ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ഇതേ പാലത്തിൽ എനിക്ക് കുടയൊന്ന് നിവർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്തത്ര തരത്തിലേക്ക് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായ മഴയത്താണ്. ആ മഴയടക്കമുള്ള കാര്യങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ വലിയ വെല്ലുവിളിയായി. അതിനുമപ്പുറത്തേക്ക് വേണു സൂചിപ്പിച്ചതുപോലെ ഇനി നമ്മുടെ അടുത്ത വഴി എന്ന് പറയുന്നത് ഈ ഡീപ്പ് ഡൈവിംഗ് ആണ്. അതൊരു പരിശോധനയാണ്. അർജുൻ എവിടെ? അർജുൻ ആ ക്യാബിനിലുണ്ടോ? എന്താണ് അർജുൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കണ്ണുകളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആഗ്രഹങ്ങളും ആ ക്യാബിനിലേക്കാണ്. അപ്പോൾ ആ ക്യാബിനിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഡീപ്പ് ഡൈവേഴ്സ് വേണം. പക്ഷേ ഡീപ്പ് ഡൈവേഴ്സിന് ഏതെങ്കിലും തരത്തിൽ ഈ ഗംഗാവാലി നദിയിലേക്ക് ഇറങ്ങാൻ ഒരു സാഹചര്യവും കഴിഞ്ഞ മണിക്കൂറുകളിലില്ല. നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് ഈ രാത്രിയിൽ ആ മഴ കുറച്ച് കുറയുകയും മുകളിൽ നിന്നുള്ള ഒഴുക്ക് അത് കുറച്ച് മാറുകയും ചെയ്താൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. ഈ ഒരു ജോഗ്രഫി അത് നമുക്കറിയാം, നേരത്തെ പലതവണ നമ്മൾ ആവർത്തിച്ചൊരു ജോഗ്രഫിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു കൊങ്കൺ ഭൂപ്രകൃതി, ഒരു വല്ലാത്ത ഭൂപ്രകൃതിയാണ്. ചുറ്റുപാട് മലനിരകളാണ്. അവിടെയൊക്കെ ഉരുളുപൊട്ടിയാൽ കാര്യമായി ഈ നദിയിലേക്ക് വെള്ളമൊഴുകി എത്തും. അതും വിസിബിലിറ്റി പോലും അത് നമ്മൾ തെളിഞ്ഞ വെള്ളമോ അതല്ലെങ്കിൽ കുറച്ചെങ്കിലും കലങ്ങിയ വെള്ളമോ ഒന്നുമില്ല, ചെളിവെള്ളമാണ്. ഒരു തരത്തിലും കാണാൻ കഴിയില്ല. പിന്നെ അതിനുമപ്പുറത്തേക്ക് ഈ മൺകൂനകൾ, അതായത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ഇടിഞ്ഞു തുടങ്ങിയ മണ്ണ്, ആ മൺകൂനകൾ വന്ന് അടിഞ്ഞിരിക്കുന്നത് ഈ നദിയുടെ നടുവിലത്തെ ഭാഗത്തും ഓരപ്രദേശത്തുമാണ്. അപ്പോൾ ഡീപ്പ് ഡൈവേഴ്സിനും തടസ്സങ്ങളേറെ. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് അവിടേക്ക് ഇറങ്ങി ആ ക്യാബിനിലേക്ക് എത്തി നോക്കുക, അല്ലെങ്കിൽ ആ ക്യാബിനിലേക്ക് എത്തുക, അവിടെ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്തുക. ഇത് മാത്രമാണ് ഇനി നമുക്ക് മുൻപിലുള്ള ഏക വെല്ലുവിളി. അതിന് നദിയിലെ അടിയൊഴുക്ക് തടസ്സമാണ്, ജലനിരപ്പ് ഉയരുന്നത് തടസ്സമാണ്, ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒരു ചുവന്ന കളറിൽ ഒഴുകിയെത്തുന്ന ഈ വെള്ളം തടസ്സമാണ്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയാലും പ്രദേശത്ത് മഴയുണ്ടായാൽ അതും വെല്ലുവിളിയാകും. അങ്ങനെ തടസ്സങ്ങൾ പലതാണ്. പക്ഷേ കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ സമീപനം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ഇച്ഛാശക്തിയോടുകൂടി കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നുണ്ട്. പക്ഷേ നാളത്തെ പ്രധാനപ്പെട്ട 4 പരിശോധന വേണു. അത് വീണ്ടും ആവർത്തിച്ചാൽ കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ വരും, ഡ്രോൺ പരിശോധനയുണ്ട്, അതേസമയം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കമുണ്ട്. 4-മതാകട്ടെ നമ്മുടെ നേവിയുടെ തിരച്ചിൽ, ഡീപ്പ് ഡൈവിംഗ്, സ്ക്യൂബ സംഘത്തിന് ഡീപ്പ് ഡൈവിംഗ് ഉണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ നടത്തും. നാളത്തെ പ്രഭാതം ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. നമുക്ക് ആ ട്രക്ക് കണ്ടെത്താൻ കഴിയും, നമ്മുടെ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിയും. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ആ കാത്തിരിപ്പ്, ദുഃഖത്തോടെയുള്ള ആ കാത്തിരിപ്പ് ഒരുപക്ഷെ നാളെ അവസാനിക്കും എന്നുള്ളതാണ്
കാർവാറിൽ നിന്ന് ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന കാര്യം വേണു. ശരി, അർജുനുമായി വേണ്ടിയുള്ള രക്ഷാദൗത്യം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 9ാം ദിവസത്തെ തിരച്ചിൽ ഏതാണ്ട് നിന്നിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ എപ്പോഴും പ്രതീക്ഷയുടെ ഒരു ദിനം ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചിരിക്കുന്നത്. കാരണം അർജുൻ കുടുങ്ങിക്കിടക്കുന്ന ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടേക്കെത്തി അർജുനെ കണ്ടെത്തുക എന്ന ഏറ്റവും നിർണായകമായ ദൗത്യത്തിലേക്കാണ് ഈ രക്ഷാപ്രവർത്തനം കടക്കാൻ പോകുന്നത്. അതിനാണ് നാളെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള തയ്യാറെടുപ്പുകൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നതും. ഷഫീദ് റാവുത്തറും ഹാഷ്മി താജ് ഇബ്രാഹിം ഏറ്റവും പുതിയ വിവരങ്ങളുമായി തുടർന്നും ചേരും. കൂടാതെ എ കെ മഷ്റഫ് MLA, മഞ്ചേശ്വരം MLA, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്, TK ഉണ്ണി എന്നീ ഈ രംഗത്തെ വിദഗ്ധരടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കുചേരും. അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാളെയാണ് ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് പ്രതീക്ഷ നൽകുന്ന വിവരമാണ് ഈ രക്ഷാദൗത്യത്തിൽ നിന്ന് മാധ്യമങ്ങൾക്കുൾപ്പെടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. പുഴയുടെ അടിത്തട്ടിൽ തലകീഴായി ആണ് ഇപ്പോൾ അതിൻ്റെ നില എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഇനി അവിടേക്ക് എത്തുക, അർജുനെ കണ്ടെത്തുക എന്ന നിർണായകമായ ഘട്ടത്തിലേക്കാണ് ദൗത്യം കടക്കുന്നത്. അതിനാണ് നാളത്തെ പുലരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഷഫീദ് റാവുത്തർ വീണ്ടും ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. ഷഫീദ്, ഈ കാർവാർ SP നേരത്തെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു നാളെ അവിടെ ഒരു ഡ്രോൺ സ്റ്റേഷൻ അടക്കം സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ട്രക്ക് ഇപ്പോൾ കിടക്കുന്നത്, ഏത് രീതിയിലാണ് കിടക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇത്ര കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന എന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? വേണു, എക്സാക്ട്ലി ഏത് പൊസിഷനിൽ അതുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി ആക്യുറസിയിൽ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു പരിശോധനയിലേക്ക് കടക്കുന്നത്. മാത്രവുമല്ല സകല പോസിബിലിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മിസ്സിംഗ് കേസുകളുടെ എണ്ണം അത് ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഈ പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള, അതായത് നമ്മുടെ റിട്ടയർഡ് ജനറലിന്റെ കമ്പനിക്ക് അയച്ച കത്തിൽ കർണാടക പോലീസ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് കുറച്ചധികം മിസ്സിംഗ് കേസുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പരിശോധന അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡ്രോൺ പരിശോധന നടത്തുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി വേണു പ്രതീക്ഷയുടെ ആ വെളിച്ചം നമുക്ക് അവിടെ കാണാം. അതായത് ഇന്നൊരു രാത്രി മുഴുവൻ മലയാളികളും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം അതാണ്. അതായത് ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ഒരു പ്രതീക്ഷ, അതായത് ഒരുപക്ഷെ മലയാളികൾ ഒന്നാകെ ഈ ഒരു രാത്രിയിൽ പ്രതീക്ഷിക്കുന്നത് ആ വെളിച്ചത്തിലേക്കാണ്. അത് അവിടെയാണ് അപകടമുണ്ടായത്. അവിടെ എവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുനുള്ളത്. ആ അർജുനിലേക്ക് നമുക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതാണ് പ്രതീക്ഷ, അതാണ് അപകടത്തിന്റെ സ്ഥലം. ആ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് നാളെ വളരെ പോസിറ്റീവായ ഒരു വാർത്ത നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും ആ റിസൾട്ട് നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ നാളത്തെ ഡ്രോൺ പരിശോധനയ്ക്ക് പ്രസക്തി ഏറെയാണ്. പ്രത്യേകിച്ച് ആ അപകടവുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മറ്റ് മിസ്സിംഗ് കേസുകൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് കർണാടക സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചില ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇപ്പോൾ AK മഷ്റഫ് MLAയും തത്സമയം ചേരുകയാണ്. ശ്രീ AK മഷ്റഫ്, ഇപ്പൊ നേരത്തെ കാർവാർ SP പറയുന്നുണ്ടായിരുന്നു ഈ അടിയൊഴുക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ചില നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ ട്രക്ക് കുടുങ്ങിക്കിടക്കുന്ന ഭാഗം അത് പ്രത്യേകമായി പരിശോധിക്കണമെങ്കിൽ ഈ കുത്തൊഴുക്ക് തടസ്സമാണ്, അതുകൊണ്ട് അതൊന്ന് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കാർവാർ SP പറഞ്ഞത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മൈനർ ഇറിഗേഷൻ വകുപ്പൊക്കെ ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട്, സർക്കാരിൻ്റെ അനുമതികൾ വേണ്ടതുണ്ട് എന്ന്. ഇത്തരം നൂലാമാലകൾ ഉണ്ടോ ഇനി ഈ കാര്യത്തിൽ? തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസങ്ങളായി, ഞാനിപ്പോൾ 5 ദിവസമായി ഇവിടെ അർജുൻ്റെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലൊരു MLA ആയി ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. രാവിലെയൊക്കെ വരുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പ്രതീക്ഷയുടെ വാക്കുകൾ പറയും. രാത്രി നിരാശയോടുകൂടി ഇന്നലെയും മടങ്ങിപ്പോയ ഒരാളാണ്. ഈ ബൂം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയൊരു കാര്യമാണ്, നമുക്ക് എന്തായാലും ട്രക്ക് കണ്ടെത്താൻ കഴിയുമെന്ന്. ബൂമിൻ്റെ തെരച്ചിൽ ആരംഭിച്ചപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടാൻ നിരാശയിൽ നിൽക്കുമ്പോഴാണ് ഒരു 4 മണി സമയത്ത് പെട്ടെന്ന് ഞാനും സതീഷ് MLAയും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, പുറത്തു പോയി പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു തിരിച്ചു വരാൻ. DC-യും ഞാനും സതീഷ് MLAയും SP-യും ഞങ്ങൾ ജാക്കറ്റ് ധരിച്ച് ഈ ഗംഗാവളി പുഴയിൽ ഈ ലൊക്കേഷൻ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. ദൂരെ നിന്ന് നമ്മൾ മീഡിയയിൽ കാണുന്നത് പോലെയല്ല ഗംഗാളി. ഞാനത് ആ ബോട്ടിലൂടെ രക്ഷാപ്രവർത്തകരുടെ കൂടെ SDRFിൻ്റെ ടീമിൻ്റെ നേവിയുടെ ടീമിൻ്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ.
ആ ലൊക്കേഷൻ്റെ അടുത്ത് ഞങ്ങൾ എത്തി. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് 100% അത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കർണാടകത്തിൻ്റെ റവന്യൂ മന്ത്രി ഏറ്റവും ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ എക്സൽ കുറിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ഇതിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഇത് ഒബ്സർവ് ചെയ്യുന്ന, ഇതിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ കർണാടകത്തിൻ്റെ ചീഫ് സെക്രട്ടറി വിളിച്ചേർത്ത യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. കേരളത്തിലൊരു MLA അതിനെ പങ്കെടുപ്പിച്ചതാണ്. ഇറിഗേഷൻ ടീം എല്ലാ ടീമുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ആ മീറ്റിംഗ് നടത്തിയത്. SP മീഡിയക്കാരെ കാണുമ്പോൾ ഞാനും തൊട്ടടുത്തുണ്ടായിരുന്നു. ഒരു നൂലാമാലയുമില്ല. കർണാടകം വലിയ ഒരു ചാലഞ്ചായി ഏറ്റെടുത്തൊരു വിഷയമാണിത്. കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അർജുൻ്റെ തെരച്ചിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും അവരുടെ മുമ്പിൽ അവർ തോൽക്കുന്ന, ഭയപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ ഏറ്റവും വേഗതയിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിലേക്കുള്ള ചർച്ചയാണ്. ഞങ്ങൾ ഈ പുഴയിലെ ഗംഗാവളി പുഴയിലേക്ക് പോയി മടങ്ങി വന്നതിന് ശേഷം വീണ്ടും കാലാവസ്ഥ വിപരീതമായി നല്ല മഴ തുടങ്ങി. കുട പിടിച്ച് DC-യുടെയും SP-യുടെയും സാന്നിധ്യത്തിൽ MLA-യുടെ നടന്ന യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അവരിപ്പോൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല വൈദഗ്ധ്യം നേടിയ ഒരാൾ മുങ്ങി ഈ ട്രക്കിലേക്ക് അവരുടെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഘടിപ്പിച്ച് അത് പുറത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ചർച്ചയിലാണ്. ഇന്നവർ അടിയന്തരമായി കൺട്രോൾ റൂം തുറന്നു. അങ്കോല ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു അപ്ഡേഷൻ കൊടുക്കാൻ തുടങ്ങി. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ ഒരു മീഡിയക്ക് മുമ്പിലും ഇവരുടെ DC-യോ SP-യോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഇന്ന് അവർ ഔദ്യോഗികമായി ഞാനും സതീഷ് സൈൽ MLA പങ്കെടുക്കുന്ന പത്രസമ്മേളനത്തിൽ അവർ ഞങ്ങളും കൂടെ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പ്രാർത്ഥിച്ച മുഴുവൻ കേരളീയരും, ലോകത്തുള്ള ആളുകൾ മുഴുവൻ അർജുനന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു. നാളെ എന്തായാലും നമുക്ക് അർജുനെ ഒരു ഉച്ചയ്ക്ക് മുമ്പായി നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് 100% ഉറപ്പാണ്. അതിൻ്റെ കൃത്യമായി വെളിപ്പെടുത്താത്ത രേഖകൾ പോലും അവരുടെ കൈവശമുണ്ട്. നാളെ എല്ലാ സംവിധാനങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരത് പറയുമ്പോഴും അവരുടെ 2 ജീവനുകൾ കൂടി അവർക്ക് കിട്ടാൻ ബാക്കിയുണ്ട്. അതിൻ്റെ ശ്രമം കൂടി അവർക്ക് തുടരേണ്ടതുണ്ട്. പക്ഷേ ഇത്രയും നല്ല തെരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അർജുനന് വേണ്ടിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. AK മഷ്റഫ്, ഇപ്പോൾ ഈ നാളെ ഡ്രോൺ വർക്ക് സ്റ്റേഷൻ അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്, അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് SP പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടൊരു 7 മണിയോടുകൂടി അല്ലെങ്കിൽ 8 മണിയോടുകൂടി പരമാവധി വീണ്ടും ഈ ദൗത്യത്തിന് തുടക്കം കുറിക്കാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെ നടപടിക്രമങ്ങൾ നാളെ രാവിലെ മുതൽ വേണ്ടിവരും എന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? ഇന്ന് രാത്രി ഇതുവരെ അവർ ഒരു 5:30 ആകുമ്പോൾ അവരുടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങിയ നാളുകളാണ്. 9 ദിവസം കടന്നുപോയത്. ഇന്നവർ രാത്രിയും നാളെയുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള വീണ്ടും ഒരു ബൂം ഒരു 12 മണി 1 മണിയോട് കൂടി രാത്രി ഇവിടെ എത്തുന്നുണ്ട്. നാളെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി അവരുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ട്രക്ക് മുകളിലേക്ക് പൊക്കാനുള്ള ഒരു ശ്രമമാണ്. ഡ്രോണൊക്കെ നേരിട്ട് ബുക്ക് ചെയ്തൊരു സാധനമാണ്. വിമാനത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. രാജധാനി എക്സ്പ്രസ്സിലാണ് കയറ്റി നാളെ എത്തുന്നുണ്ട്. പക്ഷെ ഇന്നവർ ഇനിയുള്ള ഈ ഒരു 4 മണിക്ക് ശേഷം അവരെ മൊത്തം ഫോക്കസ് എല്ലാ സംവിധാനം ഏകോപിപ്പിക്കുന്നത് ട്രക്ക് മുകളിലേക്ക് പൊക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള കാര്യം നമുക്ക് 100% അറിയാം. നാളെയോടുകൂടി അവർ ഇപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ നേരത്തെ ബൂം തെരച്ചിൽ നടത്തിയ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ തട്ടുകടയുടെ പിറകു വശത്തല്ല, കുറച്ചുകൂടി ദൂരെയാണ് ഈ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കല്ലുകൾ അവർ തയ്യാറാക്കുന്നുണ്ട്. അവിടത്തേക്ക് എത്താനുള്ള ഏതെങ്കിലും രീതിയിലുള്ള നിൽക്കാനുള്ള ബേസ് ഒരുക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ അവർ വളരെ വേഗതയിൽ നടത്തുന്നുണ്ട്. ഇതിനുശേഷം ബന്ധപ്പെട്ട എല്ലാവരും, കർണാടക CM അടക്കമുള്ള, റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ അലേർട്ടായി. അവർക്കൊക്കെ ഇതൊരു വലിയൊരു അഭിമാന പ്രശ്നമായിരുന്നു അർജുനെ കണ്ടെത്തണമെന്നുള്ളത്. അവരതിനു വേണ്ടിയുള്ള ഒരു വലിയ ഏകോപന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്തായാലും കഴിഞ്ഞ തുടക്കത്തിൽ വന്ന ഒരു വലിയ പാളിച്ചകൾ തന്നെ അവരെ വലിയ രീതിയിൽ അവരെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. അതിനുശേഷം അവർ ഓരോ ഘട്ടങ്ങളിലും ഓരോ മണിക്കൂറുകളിലും വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നാളെ ഇനി അവരുടെ ഒറ്റ ലക്ഷ്യമേ അവർക്കുള്ള ഈ ട്രക്ക് പൊക്കാനുള്ള ഏതൊക്കെ ലോകത്തുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ടോ അതൊക്കെ അവർ ഉപയോഗിക്കും. അതിനു വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് DC-യും SP-യും ഇവിടുത്തെ MLA സതീഷ് അടക്കമുള്ള ആളുകൾ ഇന്ന് അവസാനം പിരിയുന്ന സന്ദർഭത്തിൽ അവിടെ നടത്തിയത്. ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലുമായി താങ്കൾക്ക് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞോ? അദ്ദേഹം എപ്പോൾ എത്തും? അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ് നാളെ?
അദ്ദേഹത്തിന് ഇന്ദ്രപാലിനോട് നേരത്തെ നമുക്ക് ഈ അർജുൻ്റെ ലൊക്കേഷൻ കണ്ടെത്താത്ത ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്നലെ മുതൽ അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം അവിടെ എത്തി ചർച്ച നടത്തുന്ന സന്ദർഭത്തിൽ എനിക്ക് അദ്ദേഹത്തോട്, മലയാളിയാണ്, റിട്ടയർഡ് മേജർ, അദ്ദേഹത്തോട് ആശയവിനിമയം നടത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു. കാലാവസ്ഥ നല്ല കോരിച്ചൊരിയുന്ന മഴ പെയ്തു, കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തോട് ഒരു 8:30-9 മണിക്ക് കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കുറച്ചുകൂടി എന്നാൽ കഴിയുന്ന രീതിയിൽ അർജുൻ്റെ കാര്യത്തിലുള്ള ഇവിടുത്തെ കുറച്ച് ഡാറ്റയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയാൻ വേണ്ടി. തീർച്ചയായും അദ്ദേഹവും നാളത്തെ ഓപ്പറേഷൻ നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം എന്നാണ് DC എന്നോടും ഇവിടുത്തെ MLA-യോടും പറഞ്ഞിട്ടുള്ളത്. ശ്രീ AK മഷറഫ്, ഇപ്പോൾ താങ്കൾ നേരത്തെ പറയുകയുണ്ടായല്ലോ, താങ്കൾ ഈ സ്ഥലത്തേക്ക് തന്നെ പോയി അവിടുത്തെ ഈ ദൗത്യ സംഘത്തിനൊപ്പം എന്ന്, SDRF സംഘത്തിനൊപ്പം ബോട്ടിൽ അങ്ങോട്ടേക്ക് പോയി എന്ന് പറയുകയുണ്ടായല്ലോ. അതെന്തായിരുന്നു, ആ അനുഭവം എന്തായിരുന്നു? തീർച്ചയായും ഞാനിപ്പോൾ ഇവിടെ ഒരു കേരളത്തിലെ അതിർത്തിയിലെ ഒരു MLA എന്ന നിലയ്ക്ക് മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി, അതോടൊപ്പം ഞാൻ ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനും പാണക്കാട് സി സാദിഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നിർബന്ധമായും നീ ഒരു കന്നഡ അറിയുന്ന ഒരാളാണ്, അർജുനു വേണ്ടി ലോകം മുഴുവനും മലയാളികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട ഒരാളാണ്. ഓരോ ദിവസവും മറക്കാൻ കഴിയാത്ത ഒരുപാട് വേദനകളോടുകൂടിയാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് മടങ്ങിയത്. ഇന്ന് പുലർച്ചെ വരുന്ന സമയത്തൊക്കെ എത്രമാത്രം എന്ന് വെച്ചാൽ സതീഷ് MLA അടക്കമുള്ള ആളുകൾ വിശ്വാസപരമായി പൂജാകർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് അവർ ഇന്ന് നമ്മുടെ ഭൂം മിഷനൊക്കെ ഇറക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അവരൊക്കെ പറയുന്നത് വല്ലാത്ത രീതിയിൽ അർജുനു വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം അവരൊക്കെ നടത്തിയിട്ടുണ്ട്. ശരിയാണ്. ഈ ഗംഗാവലി പുഴയുടെ സ്വഭാവമാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. അതിലൂടെ യാത്ര ചെയ്തപ്പോൾ താങ്കൾക്കുണ്ടായ അനുഭവം എന്താണ്? തീർച്ചയായും ഗംഗാവലി പുഴയിലേക്ക് ദൂരെ നിന്ന് കണ്ട ഒരു പുഴയല്ല. അതിലേക്ക് പോകുമ്പോൾ സത്യത്തിന് ഞങ്ങളൊക്കെ ഇങ്ങനെ നെഞ്ചിടിപ്പെടും. വല്ലാതെ ഭീകരമായ ഒരു വെള്ളച്ചാട്ടമാണ്, വലിയ ആഴം. എന്നോട് ഞങ്ങളൊക്കെ ധൈര്യസമേതം ഇരുന്ന് സഞ്ചരിച്ചു. തീർച്ചയായും നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ഒരു വെള്ളച്ചാട്ടം ഒന്നുമല്ല, ഭീകരമാണ് അതിൻ്റെ അവസ്ഥ. പക്ഷേ അത് നാളെ എന്തായാലും നമ്മുടെ ഈ ട്രക്ക് പൊക്കുന്ന കാര്യത്തിലൊരു തടസ്സം ഉണ്ടാവില്ല. കാരണം ആ പഴുതുകളൊക്കെ അടച്ചുകൊണ്ടുള്ള ഒരു ഏകോപനമാണ് ജില്ലാ ഭരണകൂടം DC-യുടെ നേതൃത്വത്തിൽ അവർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ആക്ഷൻ പ്ലാനിനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? കാരണം വലിയ ഒഴുക്കാണ്. ഇപ്പോൾ SP ഒക്കെ പറയുന്നുണ്ട് അത് നാളെയും ഇപ്പോൾ ആ സാഹചര്യം തന്നെയായിരിക്കും തുടരുക എന്നതാണ് കാലാവസ്ഥാ പ്രവചനവും. അപ്പോൾ എന്താണ് ഈ ആക്ഷൻ പ്ലാനായി താങ്കൾക്ക് അറിയാൻ കഴിയുന്നത്? പ്രത്യേകിച്ചും ഈ പറയുന്ന ഒഴുക്ക് ഈ പ്രത്യേക ദൗത്യം നിർവഹിക്കേണ്ട സ്ഥലത്ത് തടയുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. അത് ആരെയാണ് ഏറ്റെടുക്കുക? ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ സംബന്ധിച്ച് ഇത് ക്ലിയർ ചെയ്യുക എന്ന ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്, റെസ്ക്യൂ എന്ന് പറയുന്നത് ഞങ്ങളുടേതല്ല. മറ്റൊരു കൂട്ടർ പറയുന്നു, ഇവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് റെസ്ക്യൂ ഓപ്പറേഷൻ ഞങ്ങൾക്ക് സാധ്യമാവുക. ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാൾ വലിയ വെല്ലുവിളി നിറഞ്ഞതാണ് ഈ പ്രത്യേകമായ കുത്തൊഴുക്കുള്ള സ്ഥലം, ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെ ഒഴുക്ക് നിയന്ത്രിച്ച് നിർത്തുക എന്നത്. അത് ആരേറ്റെടുക്കാനിരിക്കുന്ന ദൗത്യമാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന ഈ വെല്ലുവിളികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിനപ്പുറം ഈ വിഷയത്തിൽ 9 ദിവസമായി അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാത്രമല്ല, ഒരു വലിയ ട്രക്ക്, അതിനകത്ത് 300 കഷ്ണങ്ങൾ, 3 ഫീറ്റിൻ്റെ മരക്കഷ്ണങ്ങളൊക്കെയുള്ള ഒരു മിസ്സിംഗ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ ഇതൊന്നും ഇവിടുത്തെ ഭരണകൂടം, കർണാടക മുഖ്യമന്ത്രി വിസിറ്റ് ചെയ്തതിന് ശേഷം കോഴിക്കോട് MP MK രാഘവനും ഞാനും അർജുൻ്റെക്കാരും മാത്രം അദ്ദേഹത്തോട് ഇവിടുത്തെ അങ്കോല ഗസ്റ്റ് ഹൗസിൽ ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ MLA നിയമസഭയിൽ വരണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ചാലഞ്ചസിനെയൊക്കെ ഏതൊക്കെ ടെക്നോളജി ഇപ്പം നാളെ ഡ്രോൺ എത്തുന്നുണ്ട്, അതോടൊപ്പം അവർ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ട്രക്ക് പൊക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പറയുന്ന വെല്ലുവിളികളൊക്കെ ഞാനും അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു ഏകോപനവും ഒരു ലീഡർഷിപ്പും എടുത്തിട്ട് ഇത് അവർ അതിജീവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, ഒരു സംശയവും വേണ്ട. ശ്രീ അഷ്റഫ് MLA, ഇപ്പം നേരത്തെ താങ്കളെ പോലെ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം സജീവമായി പങ്കെടുക്കുന്ന മറ്റൊരാളാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ. ഈ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ വെള്ളത്തിലേക്ക് ഈ ട്രക്ക് പോയിട്ടുണ്ടെങ്കിൽ, അർജുൻ ഓടിച്ച ട്രക്ക് വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അവിടെ നിർത്തിയിട്ടിരുന്ന ട്രക്ക് ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും പിന്നെ ഈ ഫോൺ റിങ് ചെയ്യാനുള്ള സാധ്യത തുലോം പരിമിതമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. മാത്രവുമല്ല വലിയ വെള്ളപ്പാച്ചിലാണ്. ഇപ്പോൾ നമ്മൾ ആ ടാങ്കർ ലോറിയുടെയൊക്കെ സ്ഥിതി കണ്ടതുമാണല്ലോ. മാത്രവുമല്ല കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് മൃതദേഹം കിട്ടിയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ട്രക്ക്
ഈ പറയുന്നത് പോലെ എത്ര സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാലും അതിലേക്ക് അതിൻ്റെ ഗ്ലാസുകൾ തകരാനുള്ള സാധ്യത, അതിൽ വെള്ളം കയറാനുള്ള സാധ്യത, മൊബൈൽ അടക്കം പ്രവർത്തിക്കാത്ത സാഹചര്യം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി രഞ്ജിത്ത്. അപ്പോൾ ഈ പറയുന്ന ട്രക്കിനകത്ത് ഇപ്പോഴും ഈ ട്രക്കിന് വലിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ ട്രക്കിനകത്ത് ഇപ്പോഴും അർജുൻ കുടുങ്ങിക്കിടപ്പുണ്ടാകുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? 100%. ഇതിൽ ഞാനിപ്പോൾ ഇത്ര ദിവസങ്ങൾക്കിടയിൽ ഓരോ ദിവസവും ചർച്ചകളും അറിവ് നേടിയതൊക്കെ ഒറ്റ അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങളിലായിരുന്നു. മീഡിയാസൊക്കെയുള്ള എല്ലാ ചർച്ചകളിലും നമ്മളിവിടെ അർജുൻ കൃത്യമായി അവരുടെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള യോഗത്തിനേക്കാളും ഇന്നലെ മീഡിയകളെ കണ്ട് മടങ്ങിയതിന് ശേഷം ഏറ്റവും വൈദഗ്ധ്യം നേടിയ ഒരാളെ ഇവിടുത്തെ IPS ഓഫീസർ നാരായണ SP ബാംഗ്ലൂരിൽ നിന്ന് വിളിപ്പിച്ച് അദ്ദേഹം എൻ്റെയും സതീഷ് MLA മുമ്പിലും കൃത്യമായി അർജുൻ്റെ വണ്ടി രാത്രി സഞ്ചരിച്ച ടോൾ ബൂത്ത്, അതിൻ്റെ പിറകിലുള്ള വാഹനം, മുമ്പുള്ള വാഹനം, അർജുന് കിടന്നുറങ്ങുന്ന സമയത്ത് പാസ്സായവരുള്ള ലോറിക്കാരൻ അർജുനോട് പുലർച്ചെ 5 മണിക്ക് നീ വരുന്നോന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഡാറ്റ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായും അർജുന് അതിൻ്റെ അകത്ത് ഇത് അവർ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ എത്തിയപ്പോൾ മലയാളി രക്ഷാപ്രവർത്തകർ, രഞ്ജിത്ത്, അർജുൻ്റെ ഫാമിലി, ജിതിനടക്കമുള്ള ആളുകൾ എല്ലാവരും GPS ലൊക്കേഷന്, നമ്മുടെ ഈ മൊബൈലിൻ്റെ റിങ്, മൊബൈലിൻ്റെ അവസാനത്തെ ലൊക്കേഷനൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആ കുമിഞ്ഞുകൂടിയ മണ്ണ് മാറ്റാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴും SP, DC, ഇവിടുത്തെ MLA എന്നോട് തർക്കിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അവരെ കന്നഡയിൽ സംസാരിച്ച് പറയും, ഇവിടെ ഇല്ല ഞങ്ങളല്ല പറയുന്നത്, ഇത് പുഴയിലാണെന്ന്. നമ്മൾ അന്ന് തർക്കിച്ചത് ഒരിക്കലും പുഴയിലല്ല. രഞ്ജിത്തിനെ പോലെയുള്ള അവരുടെ ഫാമിലിയുടെ വികാരം നമ്മൾ 3 ദിവസം ആ തെരച്ചിൽ നടത്തി. എന്നിട്ട് റഡാർ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അതിൻ്റെ അകത്തുണ്ട്, പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ട്രക്ക് കിട്ടിയെന്ന്. അതൊരു വലിയ മെസ്സേജായി. അവസാനം ഇവിടുത്തെ പാറക്കല്ലുകൾക്ക് നല്ല ഇരുമ്പിൻ്റെ അംശങ്ങളുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് റഡാറിൽ ട്രക്ക് പോലെ കണ്ടെത്തി എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ഈ സിഗ്നൽ കണ്ടെത്തിയിട്ട് പോലും നമ്മൾ നിരാശപ്പെടേണ്ട ഒരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ടായി. നമ്മുടെ അർജുൻ എന്തായാലും ഈ ഭാരത് ബെൻസ് ലോറിയിൽ കിടന്നുറങ്ങിയ ഒരാളാണ്. ഇത് നേരെ ഈ വലിയ ഇടിച്ചൽ വന്നപ്പോൾ പുഷായി തലകീടായി മറിഞ്ഞിട്ടാണ് ഇത് വീണത് എന്നാണ് ഈ ഇത്രയും ദിവസങ്ങളുടെ ചർച്ചകൾക്കിടയിൽ അവിടുത്തെ ആളുകൾ മുഴുവനും സംസാരിക്കുന്നത്. ആർമിയുടെ ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായി കുറേ സമയം അവിടെ ഇരിക്കുമ്പോൾ സംസാരിച്ചിരുന്നു. നമ്മുടെയൊക്കെ ചോദ്യം, 3 ഫീറ്റുള്ള 300 മരക്കഷ്ണങ്ങൾ ഒരു ബോക്സിലല്ല, ഒരു കയറുകൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. ഒരു മരക്കഷ്ണം പോലും നമുക്ക് കിട്ടണ്ടേ എന്നുള്ളൊരു ചോദ്യം എല്ലാ ദിവസവും നമ്മൾ ഉയർത്തിയിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ലോക്ക്ഡായി, വളരെ ഈസിയായി, ഈ വേഗതയിൽ തന്നെ നമ്മളെ തലകീടായി മറിഞ്ഞതാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ട്രക്കിനകത്ത് അർജുൻ എന്തായാലും ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതേ രീതിയിലാണ് ഇവിടുത്തെ ചർച്ചകളിലും ഇവിടുത്തെ മീറ്റിങ്ങുകളിലും നമുക്ക് അറിയാൻ കഴിയുന്നത്. അഷ്റഫ് MLA, ഇതിനകത്ത് നമുക്ക് ഈ അർജുനെ കണ്ടെത്തലൊരു കാലതാമസത്തിന് നമ്മുടെ സംശയങ്ങളും ഒരു കാരണമായോ? കാരണം പ്രധാനമായും ഈ റോഡ് കേന്ദ്രീകരിച്ച്, ആ ഭാഗം കേന്ദ്രീകരിച്ച് കരയിൽ തന്നെ ആയിരിക്കും ഈ മണ്ണിനടിയിൽ ഈ ട്രക്കും അർജുനുമൊക്കെ പെട്ടിട്ടുണ്ടാവുക എന്ന് നമ്മൾ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു. ഈ റവന്യൂ മന്ത്രിയൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ അത് തള്ളിക്കളയുമ്പോഴും അത് ശരിയായ സമീപനമല്ല എന്ന് പറഞ്ഞ് കർണാടക അധികൃതരെ സംശയിക്കുകയായിരുന്നു, മാധ്യമങ്ങളായാലും നിങ്ങളായാലും എല്ലാവരും. ഇത് ഒരുപക്ഷെ ഈ ദൗത്യത്തെ ഇത്രയും കാലതാമസമുള്ള ഒന്നാക്കി മാറ്റി എന്ന ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? തീർച്ചയായും തുടക്കം മുതൽ ഞാനടക്കമുള്ള ആളുകൾ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികൾ, ഒരുപാട് രക്ഷാപ്രവർത്തകർ, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്ത് അടക്കമുള്ള ഈ ലോറിയുടെ മനാഫ് അടക്കമുള്ള ആളുകൾ, നമ്മൾ അന്ന് വലിയൊരു ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ളത്, മൊബൈൽ റിങ് ചെയ്തു, അർജുൻ ജീവനോടെ ഉണ്ടാകും, ഭാരത് ബെൻസ് ലോറിയുടെ കുറേ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടൊരു ചർച്ചയാണ് അന്ന് വന്നത്. നമ്മൾ എന്തായാലും ആ തുടക്കത്തിൽ തന്നെ, ഞാനിപ്പോഴും സതീഷ് MLA ഒക്കെ എന്നോട് പല രീതിയിലും തർക്കിച്ച ഒരാളാണ്, SP യും DC യും ഒക്കെ. ഞാൻ കൃഷ്ണ ബൈരേഖ ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടും, അദ്ദേഹം മണിക്കൂറുകൾ നിൽക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണിനകത്തല്ല, ഈ പുഴയിലും നമ്മളാണ് ഏറ്റവും കൂടുതൽ വാദിച്ചത്, നമ്മളാണ് അത് എടുക്കാൻ വേണ്ടി നിർബന്ധിച്ചത്.
അത് ഈ ഒരു ഡിലേ വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഡിലേ വന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റെന്ന് പറയാൻ കഴിയില്ല. നമ്മളൊരു പിന്നെ ഈ GPS ലൊക്കേഷനും ഈ മൊബൈലിലെ സിഗ്നലൊക്കെ വെച്ച് ആ സ്ഥലത്താണ് പിന്നെ ഈ ലോറിയിൽ അർജുൻ കിടന്നുറങ്ങിയത്. ആ പിന്നെ നമ്മുടെ ഈ തട്ടുകടയുടെ ഓപ്പോസിറ്റാണ്. അവിടെ മിഡിലായി ഒരു പിന്നെ ചെറിയ രീതിയിലുള്ള ഡിവൈഡർ ഉണ്ട്. ഈ ഡിവൈഡറിനിടയിൽ എങ്ങനെ പുഴയിലേക്ക് മറിയുമെന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കിടയിലാണ് നമ്മളവിടെ 100% മണ്ണ് മാന്തി മാറ്റാൻ നമ്മൾ ശ്രമിച്ചത്. അതൊരു ഡിലേ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ നന്ദി ശ്രീ AKM അഷ്റഫ് MLA ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ ദൗത്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഇന്ദ്രബാലിൻ്റേതടക്കമുള്ള സാന്നിധ്യമുണ്ട്. ഇന്ദ്രബാലുമായി താങ്കൾ അല്പസമയത്തിനകം സംസാരിക്കുമെന്നും താങ്കൾ ഇപ്പോൾ പറയുകയുണ്ടായി. ആ കാര്യങ്ങളിൽ തന്നെ തുടർന്നും വ്യാപൃതനാവുക. നാളത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് അത്രമാത്രം പ്രധാനമാണ്. താങ്കൾ പുലർത്തുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും അത് കേരളക്കര ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യവും കൂടിയാണ് പ്രതീക്ഷയോടെ. വളരെ നന്ദി ശ്രീ അഷ്റഫ് ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന്. ശ്രീ TK ഉണ്ണി നാവികസേന മുൻ മുങ്ങൽ വിദഗ്ധനാണ്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ദുരന്ത നിവാരണ വിദഗ്ധനാണ്. ഈ രണ്ടുപേരും നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ TK ഉണ്ണി, ഇപ്പോൾ എല്ലാ കണ്ണുകളും ഇനി ഈ ഡീപ് ഡൈവേഴ്സിലേക്കാണ്. നാളെ അവരെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാണ്? നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് ഡൈവിങ്ങിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഒഴുക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഓപ്പറേഷനാണ്. പിന്നെ അവിടെ നമ്മളെ സൈറ്റിൽ ഇപ്പോൾ ഉള്ളത് പ്രഗത്ഭരായ റെസ്ക്യൂ ടീമാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് അവർ മാക്സിമം എന്തായാലും അതിന് ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആ പ്രദേശത്ത് ഹൈ വാട്ടർ ലോ വാട്ടർ വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ നമുക്കൊരു സ്ലാക്ക് വാട്ടർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ സ്ലാക്ക് വാട്ടർ കിട്ടും. ആ സമയത്താണ് ഓപ്പറേഷൻ കഴിക്കാനുള്ളത്. അത് നമ്മൾ വെതർ ഫോർകാസ്റ്റ് നോക്കണം. ആ വെതർ ഫോർകാസ്റ്റ് വാങ്ങിയിട്ട് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്താൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഓപ്പറേഷൻ തീർക്കാം. അതിൻ്റെ മുന്നിപ്പം അവിടെ നേവി ടീമിൻ്റെ പ്രഗത്ഭരായ ആളുകളാണ് ഉള്ളത്. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഓഫ് ഷോർ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ 1 ടണ്ണിൻ്റെ ഒരു സിങ്കർ, അതായത് ഒരു ബ്ലോക്ക്, കോൺക്രീറ്റ് ബ്ലോക്ക് വിത്ത് പേടായി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റോപ്പ് കെട്ടി മാർക്കർ ബോയ് ആക്കി ഇട്ട് വെക്കണം. അവിടെ നിന്നാണ് നമ്മൾ ഈ ലോറി കണ്ടുവച്ച് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന ഡ്രൈവർമാർക്കെല്ലാം വളരെ ഈസി ആയിട്ട് അവിടെ എത്താനും ജോലി ചെയ്യാനും പറ്റും. ആ കാര്യം അങ്ങൊന്ന് വിശദീകരിക്കാം. പക്ഷെ അതിന് മുൻപ് അങ്ങിപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഇടയിൽ ഒരു ശാന്തമായൊരു ജലനിരപ്പിന് സാധ്യതയുണ്ട്. ഒരു സ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുമെന്ന്. അത് ഉണ്ടെന്ന് എങ്ങനെ കരുതാൻ കഴിയും? കാരണം ഇന്നിപ്പോൾ ഈ ഡൈവേഴ്സിന് ഇന്ന് തന്നെ ഇറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അവർ നേരിടുന്നൊരു വലിയ വെല്ലുവിളിയുമാണത്. അല്ലാതെ നമ്മൾ പറഞ്ഞോളൂ. അതെ, നമ്മളത് വെതർ ഫോർകാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം വേലിയേറ്റവും വേലിയിറക്കും. അത് ചിലപ്പം അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ, നമ്മളറിയില്ല. നമ്മൾ കറക്റ്റ് വെതർ ഫോർകാസ്റ്റ് നോക്കിയാൽ ആ ടൈം പിടിക്കണം. അപ്പം ഹാഫ് ആൻ അവർ ആയിരിക്കും ചില സ്ഥലത്ത് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ കഴിയുന്ന പുഴകളിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാക്കിനാടൊക്കെ ഇപ്പം നമ്മൾ പോയപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കാകെ വർക്ക് ചെയ്യാൻ ഒരു 12 മണിക്കൂറിൽ വർക്ക് ചെയ്യാൻ 2-3 മണിക്കൂറേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ അരമണിക്കൂർ എന്ന് പറയുന്ന ഒരു സമയമാണല്ലോ താങ്കൾ പറയുന്നത് ശ്രീ ഉണ്ണി. അത് കഴിഞ്ഞാൽ പിന്നെ അതേ അവസരം വരുന്നതിന് എത്ര സമയം കാത്തു നിൽക്കണം? പിന്നെ നമ്മൾക്ക് 6 മണിക്കൂർ പിന്നെ കാത്തു നിൽക്കണം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വലിയ ഈ 6 മണിക്കൂർ അല്ല ശരി, പക്ഷേ ഈ അരമണിക്കൂറോടെ നമുക്ക് ഈ പറയുന്ന പൂർണ്ണമായും ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണോ താങ്കൾ കരുതുന്നത്? അതല്ല എങ്കിൽ നമ്മളൊരു പാതി വഴിയിലെത്തുന്നു, പിന്നെയും വലിയ കുത്തൊഴുക്കാണ് എങ്കിൽ നമ്മുടെ ആ ദൗത്യം ഫലവത്താകാതെ പോവുക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കോൺക്രീറ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി വെയിറ്റ്, ഒരു 1 ടൺ ഹെവി വെയിറ്റ് നമ്മൾ അതിനടുത്തായിട്ട് ലോവർ ചെയ്യണം. ക്രെയിൻ വഴി ലോവർ ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അവിടുന്ന് ആദ്യത്തെ ഡൈവർ പോകുമ്പോൾ അതിൻ്റെ മുകളിൽ ആ വെയിറ്റിൻ്റെ മുകളിൽ ഒരു റോപ്പ് മേലോട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ മാർക്കർ ബോയ കെട്ടണം, ബലൂണ് പോലെ കെട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ ഷേക്കിലിട്ടിട്ടാണ് ഡൈവർ നേരെ ബോട്ടം. പക്ഷേ ശ്രീ ഉണ്ണി, ഈ ഗംഗാവലി പുഴ നമുക്ക് ഈ പുഴ എന്ന് പറയാൻ കഴിയുന്ന അതിന്റെ പ്രത്യേക സ്വഭാവങ്ങൾ മാത്രമുള്ള ഒന്നല്ലാതായി ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നത് അങ്ങേക്കും അറിയാമല്ലോ. ഈ പശ്ചിമഘട്ട മലനിരയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് വീണിരിക്കുന്നത്.
ആ പശ്ചിമഘട്ട മലനിരകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ പറയുന്നുണ്ട്. എന്താണത്? ഈ യങ് മൗണ്ടൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കരമായ കഠിനമായ പാറകളല്ല, അതുപോലെ തന്നെ വളരെ ബലമുള്ള മണ്ണുമല്ല. അപ്പോൾ ഈ പാറകളൊക്കെ പൊട്ടിയൊലിക്കുന്നു, മണ്ണ് തന്നെയും ഒരുതരം കളിമണ്ണ് സ്വഭാവത്തോടെ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പുഴയുടെ സ്വഭാവവും മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ താങ്കൾ ഈ പറയുന്ന പോലെ ഉറച്ച കോൺക്രീറ്റ് കൊണ്ടുവന്ന് അത് ഒരു പ്രത്യേക ഭാഗം തിരിക്കുക, അങ്ങനെ ബലവത്തായിട്ടൊക്കെ അത് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ഘടനയാണോ ഇപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ ഈ പ്രത്യേക ഭാഗത്തുള്ളത്? അത് നമ്മൾ ഒരു പ്രാവശ്യം പ്ലേസ് ചെയ്താൽ അറിയാം അത് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. അത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ് ആയി. അത് വെച്ചുകൊണ്ട് അവർക്ക് എല്ലാ ഡൈവേഴ്സിനും അത് ഒരു സഹായം, അത് നമ്മളെ നേവൽ ഓഫീസർക്ക് അറിയാം, ഇൻചാർജിന് അറിയാം. അതിന് സിംഗർ എന്നാണ് നേവി ഞങ്ങൾ ടേം ഉപയോഗിക്കുന്നത്. ആ സിംഗർ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ 2 ടൺ ഉപയോഗിക്കാം. 1 ടണ്ണിന് പകരം ഞങ്ങളൊക്കെ 5 ടണ്ണ് 10 ടണ്ണാണ് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ. ഇവിടെ ഒരു 2 ടൺ തന്നെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ജാക്സ്ട്രേ ഒരു ലൈന് വെച്ചിട്ട് നമ്മളെ ലോറി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കെട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡൈവ് കഴിഞ്ഞാൽ അടുത്ത ഡൈവിന്, ഇപ്പം ഞാൻ ½ അവർ എന്ന് പറഞ്ഞത് ചിലപ്പം അത് 1 അവർ ആയിരിക്കാം, 2 അവർ ആയി കിട്ടും. കാരണം ഈ റോപ്പ് പിടിച്ച് പോയിട്ട് ആ നമ്മളെ ലോറീൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഡൈവറിന് അവിടെ പിടിച്ചു നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പറ്റും. മണ്ണ് നീക്കുകയോ അല്ലെങ്കിൽ കേബിൻ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് തരാനോ എല്ലാം കഴിയും. അത് കഴിഞ്ഞ് തിരിച്ചിട്ട് ഈ റോപ്പിൽ തന്നെയാണ് തിരിച്ചു വന്നിട്ട് നേരെ സർഫേസിൽ വരുന്നത്. അപ്പോൾ ഇത് ഒരു ഈസി മെത്തേഡാണ്, നമുക്ക് സേഫാണ്. അത് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം, അവർക്കറിയാം. പക്ഷേ ഞാനത് ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. അതാണ് അവിടെ ചെയ്യാം. ഈ ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. സുഭാഷ് ചന്ദ്രബോസുമുണ്ട്, ദുരന്ത നിവാരണ വിദഗ്ധൻ. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ ഈ ബലഗാവിൽ നിന്നുള്ള സേനയാണ് അവിടേക്ക് വന്നത്. അവർക്ക് ഈ രംഗത്ത് വൈദഗ്ധ്യമില്ല എന്ന് പറയുന്നു. അതേസമയം ഈ ദുരന്ത നിവാരണ മേഖലയിലേക്കൊക്കെ കൃത്യമായ വിദഗ്ധരായിട്ടുള്ള സൈനിക വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ രംഗത്തുള്ളവർ പറയുകയായിരുന്നു, ഇപ്പോൾ ബംഗളൂരുവിൽ തന്നെ ഉള്ള മദ്രാസ് എഞ്ചിനീയറിംഗ് കോർ ഗ്രൂപ്പിൻ്റെ സെൻ്റർ ഉണ്ട്. അവിടെ ഈ രംഗത്ത് നല്ല മികവുള്ള സംഘമാണുള്ളത്, ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ എത്താനൊരിത്തിരി സാവകാശം എടുത്തേക്ക്. ഇന്നിപ്പോൾ 10 ദിവസമായല്ലോ, 10ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. ഒരല്പം ആദ്യ ദിവസത്തെ ഈ യാത്രയുടെ കാലതാമസം അങ്ങ് കണ്ണടച്ചാൽ പോലും അവരെ തന്നെയായിരുന്നു ഈ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നത് എങ്കിൽ ഇതിനേക്കാൾ വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാകുമായിരുന്നില്ല. ഇപ്പോൾ നാളെ തന്നെ ഈ പറയുന്ന ഇതേ 40 അംഗ സൈന്യമാണ് അവിടെ ഉള്ളത്, ഈ പറയുന്ന നേവിയുമാണുള്ളത്. ഇവർക്ക് നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണോ നാളത്തെയും വെല്ലുവിളി? ശ്രീ വേണു, 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ പ്രതിവർഷം നമുക്ക് 3000 മില്ലിമീറ്റർ മഴയാണ് കിട്ടുന്നത്. അവിടെ 6000 മില്ലിമീറ്റർ മഴയാണ്. നമുക്ക് 70% മഴയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കിട്ടുന്നത്. അവിടെ 6000 മില്ലിമീറ്റർ മഴയുടെ 95% കിട്ടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. പിന്നെ യങ് മൗണ്ടൻസ് ആണെന്ന് പറഞ്ഞു, റിവർ കടലുമായി അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യമാണുള്ളത്. എനിക്ക് ആദ്യം മുതലേ 1-ാം ദിവസം മുതലേ മനസ്സിലാകാത്തൊരു കാര്യം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെയല്ല അവിടെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. ആദ്യം മുതലേ എൻ്റെ നിരീക്ഷണമാണ്. ഒരു 2 തരത്തിലാണ് ഡിസാസ്റ്ററിനെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ഇതൊരു ആക്സിഡൻ്റ് ആയിട്ടാണ് ആദ്യം മുതലേ കണ്ടിരിക്കുന്നത്. ആക്സിഡൻ്റായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡിസാസ്റ്ററിൻ്റെ പർവ്യൂവിൽ വരത്തില്ല. അപ്പോൾ അങ്ങനെ വരാതിരുന്നാൽ ലോക്കൽ പോലീസ് വരിക, അല്ലെങ്കിൽ പിടിക്കാർ വരിക, റോഡ് ക്ലിയർ ചെയ്യുക, ആരെങ്കിലുമൊക്കെ പിന്നെ ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും അവരെ ജീവനോടെ ആണെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുക, മരിക്കുകയാണെങ്കിൽ അവരെ ബോഡി ഇങ്ങനെയൊക്കെയുള്ള വളരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആക്സിഡൻറ്റിൻ്റെ ഒരു പർവ്യൂവിലാണ് ഇത് കിടന്നത്. പക്ഷേ ഇത് ലാൻഡ് സ്ലൈഡും കൂടി വന്നതുകൊണ്ട്, ഇതിനകത്ത് കൃത്യമായൊരു ലാൻഡ് സ്ലൈഡ് വന്നതുകൊണ്ടും ആ ടെറൈൻ അങ്ങനെ ഉള്ളതുകൊണ്ടും തീർച്ചയായും ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പർവ്യൂവിലേക്ക് കയറ്റിയെടുക്കണമായിരുന്നു. അങ്ങനെ കയറ്റിയെടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പർവ്യൂവിലേക്ക് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഒരു കോർഡിനേഷനോ ഈ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ആരായിരുന്നാലും അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഒരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇവർ തന്നെ ഇതിൽ ഏത് ആക്ട് പ്രയോഗിക്കണമെന്ന് സംശയിച്ച് നിൽക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നാണ് താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ ഇതൊരു പരിസ്ഥിതി ദുർബല മേഖലയാണ്. പരിസ്ഥിതി ദുർബല മേഖലയിൽ ഇങ്ങനെ ഒരു വലിയ മഴ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് ആക്സിഡന്റ് ആണോ ഡിസാസ്റ്റർ ആണോ എന്ന് വേർതിരിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ആ മേഖലയുടെ തന്നെ പ്രത്യേകത വെച്ചുകൊണ്ട് അത് പരിസ്ഥിതി ലോല മേഖലയാണെങ്കിൽ സ്വാഭാവികമായും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ് ഇവിടെ പ്രവർത്തനക്ഷമമാകേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, ലാൻഡ് സ്ലൈഡ് കൂടി വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരുന്ന അങ്ങനെ ഒരു പിന്നെ ലൈഫിന് ഒരു ത്രട്ടനുണ്ട്. അവിടെ 8-9 ജീവനുകൾക്ക് ത്രട്ടനുണ്ട്. അവർ മരിച്ചോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം അർജുൻ മാത്രമല്ലല്ലോ,
ബാക്കിയുള്ളവരും എവിടെയെങ്കിലും ദ്വീപിലോ എവിടെയെങ്കിലും കിടക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ലൈഫിന് ത്രട്ടൻ ഉള്ളത് കൊണ്ടും ഇത് ലാൻഡ് സ്ലൈഡ് വന്നതുകൊണ്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് അമിതമായ അധികാരമാണുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കമാൻഡർ ഇൻ ചീഫ് എന്നാണ്. കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പട്ടാള മേധാവിയുടെ അല്ലെങ്കിൽ ഒരു സൈന്യ മേധാവിയുടെയൊക്കെ അധികാരമാണുള്ളത്. സമ്പത്തും അധികാരവും ആരെയും മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന അധികാരമാണുള്ളത്. ഇപ്പം തന്നെ അവിടെ പറയുന്നത് കേട്ടല്ലോ വേണുജി, എന്താണ് നാളെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തോ അനുവാദം വേണമെന്നും അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യണമെന്നും. ഇതൊരു പരിഹാസമാണ്. ഇന്ത്യയിലെ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന് ശേഷം 2006 മുതൽ ഓരോ പരിപാടിക്കും ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട്, ഇങ്ങനെ ഓരോ പരിപാടിക്കും SOP ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ പരിപാടിക്കും പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായി ടേക്കപ്പ് ചെയ്യുന്നൊരു വിഷയമുണ്ട്. അങ്ങനെ ടേക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലോ അല്ലെങ്കിൽ നമ്മളാരെങ്കിലോ മീഡിയകളോ പുറത്തു നിന്നുള്ള ആളുകൾ ചെന്ന് പറയുകയാണ് നിങ്ങൾ അവിടെ പരിശോധിക്കൂ ഇവിടെ എന്ന് പറഞ്ഞു, അതൊന്നും അവർ കേൾക്കേണ്ട കാര്യമില്ല. അവർക്കൊരു പ്ലാനുണ്ട്. ഒരു സംശയം കൂടി അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഒരു സംശയം കൂടി ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇവിടെ ഇപ്പോൾ ഈ വരൾച്ചയുടെ വലിയ പിടിയിലായിരുന്നു കർണാടക അല്ലേ? കേന്ദ്രത്തിന്റെ സഹായം അവർ ആവശ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രളയത്തിന്റെ പിടിയിലായി, പ്രളയത്തിന്റെ ദുരിതാശ്വാസവും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ ദൗത്യം തന്നെ ചിലവേറിയതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിസാസ്റ്റർ എന്ന നിലയിൽ തന്നെ ഇത് പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുമ്പോഴാണ് കേന്ദ്ര ഫണ്ട് കിട്ടുക. ആ കാര്യമെങ്കിലും പരിഗണിക്കണമല്ലോ. ഈ രണ്ട് ദുരിതം അനുഭവിക്കുകയാണല്ലോ കർണാടക. വരൾച്ചയും അനുഭവിച്ചു, ഇപ്പോൾ ഈ പ്രളയവും അനുഭവിക്കുന്നു. എന്നിട്ടും ഇത് ഈ പറയുന്ന രൂപത്തിൽ ഒരു അപകടം മാത്രം എന്ന നിലയിലേക്ക് ലഘൂകരിക്കുന്നത് എന്തുകൊണ്ട്? അതാ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഇതിനകത്ത് രണ്ട് വിഷയങ്ങളുണ്ട് മാഷേ. അവിടെ ഞാൻ വേറെ ഒരു സാമൂഹ്യ വിഷയമായി ഇതിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ശാസ്ത്രമൊക്കെ അവിടെ നിൽക്കട്ടെ, സാമൂഹ്യ വിഷയമായി കണ്ടു കഴിഞ്ഞാൽ കുറേ VIP-കളോ VVIP-കളുടെ വാഹനം അതുവഴി പോവുകയും അവരാരെങ്കിലും റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്തൊരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ സ്വഭാവം മാറുമായിരുന്നു. ഇത് വളരെ സാധാരണ ആളുകളാണ് മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ സംഭവത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറേ ദുരിതാശ്വാസ പണമൊക്കെ കൊടുത്താൽ മതിയാകും. ഇത് പിന്നെ ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറയുന്നത് വെസ്റ്റേൺ ഘാട്ട് റീജിയനിൽ നിരന്തരം വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു സാധാരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതി എന്നുള്ളൊരു തോന്നൽ ആദ്യം മുതലേ ഉണ്ട്. കളക്ടർ ഇതിനകത്ത് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടോ? അവിടെ ഒരു കൺട്രോൾ റൂം തുറക്കണ്ടേ? കൃത്യമായ ആ പ്രദേശത്തൊരു കൺട്രോൾ റൂം തുറക്കണ്ടേ? മറ്റ് സ്ഥലത്തൊക്കെ കാര്യങ്ങൾ വിവരങ്ങൾ അപ്പോൾ മീഡിയയ്ക്കും ആളുകൾക്ക് ഒഫീഷ്യലായി കൊടുക്കണ്ടേ? ഇതിനുള്ള അതിൻ്റെ പണത്തിൻ്റെ വിഷയം നിങ്ങൾ പറയരുത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അനുസരിച്ച് എല്ലാ സ്റ്റേറ്റുകളും പണം ചെലവാക്കാതെ കിടക്കുന്നതാണ് കണക്കുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ. കേരളമടക്കം പണം ഒരുപാടുണ്ട്. പണം ചെലവാക്കുന്നതിനൊരു വിഷയമല്ല. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് പ്രത്യേകം പണം ചെലവാക്കാം. ഏത് അധികാരം. പിന്നെ അതുപോലെ ഞാൻ വേറെ രസകരമായ കാര്യങ്ങൾ, ഇത് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്റ്റഡി ചെയ്യുന്ന ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. ആമേഴഞ്ചാൻ തോടും ഇതും ചേർത്തിട്ടുള്ള എന്താ സംഭവിക്കുന്നത്? MLA ഗോവയിൽ ഇടപെട്ട് മിഷൻ വരുത്തുന്നു. MLA ഇടപെട്ട് വരുത്തുന്നു. MLA ഒന്നുമല്ല അവിടെ ഇടപെടേണ്ടത്. MLAമാരും ജനപ്രതിനിധികളും അതിനെ സഹായിക്കാനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കട്ടെ. പക്ഷേ ഇത് ചെയ്യേണ്ടത് മാൻഡേറ്റ് അനുസരിച്ച് ചെയ്യേണ്ടത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ചെയ്യേണ്ടത് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരും ജില്ലാ കളക്ടർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. അവർക്ക് അതിനുള്ള മാൻഡേറ്റ് ഉണ്ട്. പണം ശേഖരിക്കാം, പണം ചെലവാക്കാം, ആരെയും കൊണ്ടുവരാം, ഏതോ മിഷ്യൻസും കൊണ്ടുവരാം, പിടിച്ചെടുത്ത് കൊണ്ടുവരാം, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ഗൗരവത്തിലേക്ക് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കി, പ്ലാൻ ABC ഈ 24-ൽ തന്നെ ഗോപികൃഷ്ണനുമായിട്ടുള്ള ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, കരയിൽ മാത്രം അന്വേഷിച്ചാൽ പോരാ. ആ പ്ലേ നിങ്ങളിൽ കാണും. കരയിൽ മാത്രം അന്വേഷിച്ചാൽ പോരാ, പിന്നെ നദിയിലും അന്വേഷിക്കണം. കാരണം ഇത് തെന്നിമാറി നദിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഒരുപാട് ദൂരം പോകാനും സാധ്യതയില്ല. ഒരുപാട് ദൂരം പോയിരുന്നെങ്കിൽ അത് പോകാൻ കഴിയുള്ളൂ. അടിയിൽ കൂടെ അങ്ങനെ ഒരുപാട് ദൂരം പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് മണ്ണുമായി ചേർന്ന് കിടക്കുന്ന നദിയുടെ ഭാഗം കൂടി പരിശോധിക്കണം എന്ന്. അപ്പോൾ പ്ലാൻ B ആരാ തീരുമാനിച്ചത്? പ്ലാൻ C ആരാ തീരുമാനിക്കുന്നത്? ഇത് പ്ലാൻ A കഴിഞ്ഞതിന് ശേഷമാണോ പ്ലാൻ B തീരുമാനിക്കുന്നത്? B കഴിഞ്ഞിട്ടാണോ C തീരുമാനിക്കുന്നത്? കാര്യം ജീവിച്ചിരിക്കുകയാണ് ആൾ എന്നറിയില്ല. നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് വരുന്ന റെസ്ക്യൂ ഓപ്പറേഷനാണ്, ജീവനെ രക്ഷിക്കുന്ന പ്രവർത്തനമാണ്. അങ്ങ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അത് കൃത്യമായി പറയുകയും ചെയ്തു. കര മാത്രം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയല്ല വേണ്ടത് എന്ന്. ശ്രീ TK ഉണ്ണി, നാളെ ഈ നേവിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നീക്കങ്ങളാണ് താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ചും ഈ ഡൈവർമാർ അവർ എത്ര പേര് ഇറങ്ങണം? അതോ ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഒരാൾ ഇറങ്ങുക, അതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക? എങ്ങനെയാണ് ഈ നേവിയുടെ നാളത്തെ ദൗത്യത്തിൻ്റെ സ്വഭാവം അങ്ങ് വിലയിരുത്തുന്നത്?
ഞാൻ പറഞ്ഞതുപോലെ ആദ്യം അത് ഇറങ്ങുന്നതിൻ്റെ മുന്നേ നമുക്കിപ്പോൾ ഏതായാലും ഈ ഒഴുക്ക് ശക്തമായിട്ടുണ്ടാവും. നമുക്ക് ഇത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 2 ടൺ അല്ലെങ്കിൽ 1 ടൺ കോൺക്രീറ്റ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡൈവറിന് അതിൻ്റെ മുകളിൽ കൂടെ ആ റോപ്പിൻ്റെ മുകളിൽ കൂടെ താഴോട്ട് പോകാൻ ഈസി ആയിരിക്കും. അത് ചെന്ന് കെട്ടിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് അദ്ദേഹം പോകുന്നത് ഡൈവർ പോകുന്നത് കേബിൻ ചെക്ക് ചെയ്യാനാണ്. നമ്മളെ അർജുനെ നോക്കുവാനും വേണ്ടി മാത്രമാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ അവരെ ആ 25 മീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ആ സമയത്തിൻ്റെ ഒരു പരിധിയുണ്ട് ഡൈവറിന്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ ചെയ്തൊരു ജസ്റ്റ് ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വരാനേ പറ്റുള്ളൂ ഫസ്റ്റ് ഡൈവിൽ. സെക്കൻഡ് ഡൈവിലായിരിക്കും അതിൻ്റെ പ്ലാൻ ചെയ്തിട്ട് അവർ ചെയ്യാൻ പോകുന്നത്. ഉക്കോൺ ചെയ്യണോ, ഡോറ് തുറന്നിട്ട് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നൊക്കെയുള്ളത് കാര്യം, അതിൻ്റെ ഘടന എങ്ങനെയാണ് അത് മനസ്സിലായതിന് ശേഷം മാത്രമേ ഓപ്പറേഷൻ്റെ ഒരു വ്യക്തത വരുള്ളൂ. അപ്പം നമ്മളിത് പറയുന്നത് ഫസ്റ്റ് ഡൈവിങ് തുടങ്ങാനുള്ള ഒരു സമയമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ഫ്ലോട്ട് മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് അത് സ്റ്റഡി ആവുന്ന ഒരു സമയം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വെതർ ഫോർകാസ്റ്റ് എന്തായാലും നമ്മൾ വാങ്ങണം. അതില്ലാത്ത ഉണ്ടാവും കറക്റ്റായിട്ട്. ശരിയാണ്, താങ്കൾ നേരത്തെ വിശദീകരിച്ചതാണ്. ശ്രീ ഉണ്ണി, താങ്കൾക്ക് ഈ ദൗത്യത്തിൽ ഒരു പ്രത്യേകമായ ഒരു പ്രതീക്ഷ കൂടി ഉണ്ടാകും. കാരണം താങ്കൾ അർജുൻ്റെ നാട്ടുകാരനാണ്. താങ്കൾ കരുതുന്നുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ അമ്മയടക്കം പറയുന്നുണ്ടായിരുന്നു പ്രതീക്ഷ പൊലിയുകയാണ് എന്ന്. സഹോദരിയും പറയുന്നുണ്ടായിരുന്നു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവർക്കും സംശയമുണ്ട് എന്ന്. എന്താണ് താങ്കൾ കരുതുന്നത്? ഇത്രയും ദിവസമായിട്ട് ഞാൻ രക്ഷിച്ചത് ഇത് പറയുകയാണ്, 3 ദിവസം വരെ ഉള്ളത് ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ ഷിപ്പിലാണ്, ഷിപ്പിൻ്റെ അകത്തൊരു ഒരു കേവിറ്റി മാതിരി വരും, എയർ പോക്കറ്റ്. അതുപോലെ എയർ പോക്കറ്റ് ഇതിൻ്റെ അകത്ത് വന്നാലും കാർബൺ ഡയോക്സൈഡ്, നമ്മൾ ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ അത് പോയ്സണായി മാറുകയാണല്ലോ കാർബൺ ഡയോക്സൈഡ്. അതുകൊണ്ട് ഒരു ചാൻസ് എൻ്റെ ഇതിൽ പിന്നെ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ നമുക്കതിനെ പറ്റി പറയൂ. നമ്മളെപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു സുരക്ഷിതനായിട്ട് തിരിച്ച് കിട്ടണേ എന്നാണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസമായതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഞാൻ പറയാൻ കാരണം. അപ്പം അത് എന്തായാലും നമ്മൾ അവരെ കണ്ടുപിടിക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പം ആദ്യമായിട്ട് നോക്കേണ്ടത്. അതിന് ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അവിടെയുള്ള എല്ലാവരോടും നമ്മൾ ലിഫ്റ്റിംഗ് ഗിയർ അതിപ്പം പെട്ടെന്ന് ഈ ഒരു സംഭവമായതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. കറണ്ട്, അതായത് ഒഴുക്ക് കൂടുതലായതുകൊണ്ട് ഒരു ഡൈവ് കിട്ടുകയാണെങ്കിലും ആ ഡൈവ് 100% യൂട്ടിലൈസ് ചെയ്യാൻ പക്ക വിധത്തിലുള്ള ലിഫ്റ്റിംഗ് ഗിയർ ആയിരിക്കണം. അതിന് സ്നാച്ച് ഹുക്കായിരിക്കണം. പെട്ടെന്ന് ഇട്ടിട്ട് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഷാക്കിൾ തിരിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കാതെ അങ്ങനെയുള്ള മോഡേൺ എക്യുപ്മെൻ്റ് അത് അവിടെ നമ്മുടെ ഇൻചാർജായ അദ്ദേഹത്തിന് അറിയാം എന്താണെന്നുള്ളത്. അതൊക്കെ സജ്ജീകരിച്ച് കറക്റ്റായിട്ട് വെക്കണം. നമുക്കൊരു മണിക്കൂർ കിട്ടിയാൽ 1 മണിക്കൂർ കൊണ്ട് സംഗതി തീർക്കാം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഒരു 3-4 ഡൈവ് കൊണ്ട് ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 ഡൈവ് കൊണ്ട് നമുക്ക് തീർക്കാനുള്ള ജോലി ഉണ്ടാവുള്ളൂ. ശ്രീ ഉണ്ണി, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കര കേന്ദ്രീകരിച്ചിട്ടുള്ള തെരച്ചിൽ പ്രധാനമായും നടത്തിയത് ഈ 2 തവണ ഫോൺ റിങ് ചെയ്തു എന്ന് അർജുൻ്റെ വീട്ടുകാരടക്കം പറഞ്ഞപ്പോഴാണ്. എന്ന് മാത്രമല്ല, ഈ NITയുടെ സംഘം വന്നിട്ടുള്ള പരിശോധനയിലും അവിടെ അങ്ങനെയുള്ള സിഗ്നലുകൾ കിട്ടിയെന്നും പറയുകയുണ്ടായി. ഈ ഭാരത് ബെൻസിൻ്റെ ഉടമസ്ഥർ പറയുകയുണ്ടായി, അതിൻ്റെ നിർമ്മാതാക്കൾ പറയുകയുണ്ടായി, ഒരു പ്രത്യേക സമയം വരെ ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നു, 50% അതിൻ്റെ ഇന്ധനം ബാക്കിയുണ്ട്. ഇതൊക്കെ ഈ ഗംഗാവലി പുഴയുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അതിൻ്റെ താഴെ ഇങ്ങനെ തലകീഴായി കിടക്കുന്ന ഒരു സംവിധാനത്തിലാണ് എങ്കിൽ സാധ്യമാണോ? ശ്രീ ഉണ്ണി, താങ്കളോടാണ്. കേട്ടോ ചോദ്യം? അല്ല, ക്ലിയർ ആയില്ല. അല്ല, ഈ പറയുന്ന ഈ വെള്ളത്തിനടിയിലാണ്, ഇങ്ങനെ ഈ വലിയ കുത്തൊഴുക്കുള്ള ഈ പുഴയ്ക്കടിയിലാണ് ഇങ്ങനെ തലകീഴായി ഈ ട്രക്ക് കിടക്കുന്നത് എങ്കിൽ അതിൻ്റെ എഞ്ചിൻ കുറേ സമയം പ്രവർത്തിച്ചിരുന്നു, പിന്നെ അതിൻ്റെ ബാക്കി 50% ഇന്ധനം ബാക്കിയുണ്ട്, അതുപോലെ തന്നെ 2 തവണ ഫോൺ റിങ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ? ഫോൺ റിങ് ചെയ്തെന്ന കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ തലകീഴായി വന്നാലും ഒരു എയർ പോക്കറ്റ് അവിടെ വരാൻ സാധ്യതയുണ്ട്. മേൽഭാഗത്ത് തലകീഴായി വരുമ്പം ആ ക്യാബിൻ്റെ അകത്ത് ഒരു എയർ പോക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സമയത്ത് എടുത്ത് മേളിൽ വെക്കുകയൊക്കെ ചെയ്താൽ അത് റിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ സീറ്റിൻ്റെ എവിടെയെങ്കിലും തിരികെ വെക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അവിടെ തിരികെ വെക്കാൻ സാധ്യതയുണ്ടെങ്കിൽ റിങ് ചെയ്യും. പിന്നെ അത് ഡിസ്ചാർജ് ആവുകയും ചെയ്യും ബാറ്ററി കഴിഞ്ഞാൽ. അങ്ങനെ സംഭവിക്കാം. അല്ലാതെ ഈ എൻജിൻ കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അവർ മോണിറ്റർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ശരി, എന്തായാലും ശ്രീ TK ഉണ്ണി പറയുന്ന അദ്ദേഹം
സമാനമായ ദൗത്യത്തിൽ ഏർപ്പെട്ടപ്പോൾ 3 ദിവസത്തിന് ശേഷം ഒരാളെ ജീവനോടെ കിട്ടിയെന്നാണ്. ഇപ്പോൾ 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും അത്ഭുതങ്ങൾ സാധ്യമാണ്. ആ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.